السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا وحبيبنا وقائدنا وقرة أعيننا سيدنا محمد صلى الله عليه وسلم وعلى آله وأهل بيته وذريته أجمعين، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله العلي العظيم. ആദരണീയരായ SKSFന്റെ നീലഗിരിയിലെയും സംസ്ഥാനത്തെയും നായകരെ, പ്രിയപ്പെട്ട നീലഗിരി ജില്ലയിലെ SKSFന്റെ ചുണക്കുട്ടികളായ പ്രവർത്തകരെ, SKSF നീലഗിരി ജില്ലയുടെ മദീന പേഷന് വളരെ മനോഹരമായി ഈ ഗൂഡല്ലൂർ ഓർഫനേജിന്റെ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണത്തിന് മുമ്പുള്ള സെഷൻ എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സും ശരീരവുമൊക്കെ ഒരു മോചനം തേടുന്നുണ്ട്. അതിനു മുമ്പിൽ ചെറിയൊരു പൊടിക്കൈയായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിരുത്തി അധികം നേരം ഇരിക്കില്ല എന്നെനിക്കറിയാം. ഇരുത്തുന്നത് ശരിയല്ല എന്നതും ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഉസ്വത്തുൻ ഹസന എന്ന ഒരു വിഷയമാണ് ചർച്ചയ്ക്കെടുക്കേണ്ടത്. ഏറ്റവും നല്ല മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മാതൃക ഭക്ഷണം ഹാജരാകുമ്പോൾ അതിനനുവദിക്കുക എന്നതാണ്. നിസ്കാരത്തിൽ പോലും ഭക്ഷണത്തിലേക്ക് താല്പര്യമുള്ള രീതിയിൽ ഭക്ഷണം ഹാജറാണെങ്കിൽ അത് കഴിച്ചിട്ട് നിസ്കരിക്കാനാ പറഞ്ഞത്. ഹാജറായിട്ടില്ലല്ലേ? ഏതായാലും ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. സൂറത്തുൽ ബഖറയിൽ ഹജ്ജിനെ പറ്റി പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറഞ്ഞു, الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى. ഹജ്ജിനെ പറ്റി പറയുമ്പോൾ പോലും അവിടെ അല്ലാഹു തആല ഒരു യാത്രയിൽ ആവശ്യമായ പാഥേയങ്ങൾ, യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണപ്പൊതികൾ കരുതണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വതസവ്വദു. നമ്മുടെ ഹജ്ജിന്റെ യാത്രയിലാകുമ്പോൾ ഭക്ഷണപ്പൊതിയൊക്കെ കരുതണം. പക്ഷേ ഏറ്റവും നല്ല ഭക്ഷണം ഫഇന്ന ഖൈറ സാദ്, ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് തഖ്വയാണ്. തഖ്വയുടെ ഭക്ഷണത്തെക്കാൾ നല്ല ഒരു ഭക്ഷണവും ആവരണവും മനുഷ്യനില്ല. മറ്റൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും നല്ലത്, തഖ്വയുടെ ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന ഒറ്റർത്ഥത്തിൽ നാം പറയും. ആവശ്യത്തിന് മതിയായത് എന്നും പറയാവുന്നതാണ്. മിതമായ ഭക്ഷണം, ആ സന്ദർഭത്തെ അതിജയിക്കാൻ, ആ സന്ദർഭത്തെ നേരിടാൻ ആവശ്യമായ ഭക്ഷണവും വസ്ത്രവുമൊക്കെ ആവശ്യത്തിന് മതിയാവുന്നത്. നമുക്ക് അൽഹംദുലില്ലാ നിങ്ങളൊക്കെ ആവശ്യത്തിന് മതിയായ ഭക്ഷണവുമായി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനിയൊരു ഭക്ഷണം അതിന്റെ ആവശ്യമാകുന്ന സമയത്ത് ലഭിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനം തഖ്വയുടെ ഭക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. എത്ര കാലം നമുക്ക് ഭക്ഷണം കഴിച്ചിരിക്കാൻ പറ്റും? കൃത്യമായി ആർക്കും പറയാനാവില്ല. ഒരു സമയം വരെ നമുക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റൂ, പിന്നെ അങ്ങോട്ട് ഭക്ഷണം ആവശ്യമില്ല. ഭക്ഷണമില്ലാത്ത ഒരു ലോകത്തേക്ക്, ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം ഇതുപോലെ ആവശ്യമില്ല, ആവശ്യമുള്ളതൊക്കെ ലഭിക്കുന്ന ഒരു ലോകത്തേക്ക്. അവിടെ പാകം ചെയ്യേണ്ടതില്ല, അവിടെ തയ്യാറാക്കേണ്ടതില്ല. മോഹിച്ചാൽ ലഭിക്കും, കഴിച്ചില്ലെങ്കിൽ വിശപ്പോ വിഷമമോ ഇല്ല. ആ ലോകത്തെ സ്വപ്നം കാണുന്ന നമുക്ക് ഒരല്പസമയം അത്തരം ആത്മീയ കാര്യങ്ങളുടെ ഭക്ഷണത്തിന്, ആത്മീയമായൊരു ഭക്ഷണത്തിൽ നിന്ന് വേണം. ഇവിടെ നാം ഒരു ആത്മീയതയുടെ മുമ്പിലാണ്.
ആത്മാവിന് ഭക്ഷണം നൽകണം. ശരീരത്തിന്റെ ഭക്ഷണം മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ വിഷയം. കാരണം ശരീരം എന്നത് നമുക്കൊക്കെ അറിയാം, ഇത് എത്ര സംരക്ഷിച്ചാലും പിടുത്തം കിട്ടാൻ പോണില്ല. നമ്മളൊക്കെ ഏറ്റവും അധികം ശ്രദ്ധിക്കാറുള്ളത് ഈ ശരീരത്തെയാണ്. അതിനൊരു പോറൽ വരരുത്, അതിനൊരു വൈകല്യമുണ്ടാവരുത്, അതിനൊരു വിഷമമുണ്ടാവരുത്. പക്ഷെ അല്ലാഹു തആല പറഞ്ഞതും നമുക്ക് ബോധ്യമുള്ളതും ബോധ്യപ്പെടേണ്ടതും ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസ്വല്ല ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ. വിശുദ്ധമായി ആരാണോ ശരീരത്തെ ശ്രദ്ധിക്കുന്നതിൽ അധികം ആത്മാവിനെ ശ്രദ്ധിക്കുന്നവൻ, ആത്മാവിന്റെ വിശുദ്ധിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. കാരണം അവശേഷിക്കുന്നത് അതാ. വൽആഖിറത്തു ഖൈറും വഅബ്ഖ. എന്നെന്നും അവശേഷിക്കുന്നത് ആഖിറമാണ്. ഇവിടെ നമ്മൾ എത്രയൊക്കെ ശരീരത്തെ മിനുക്കിയെടുത്താലും എത്രയൊക്കെ ശരീരത്തെ പരിപോഷിപ്പിച്ചാലും അത് നിലനിർത്താനാവില്ല. അതൊരു സമയം കഴിഞ്ഞാൽ മണ്ണിനോട് ചേരേണ്ടതാണ്. ഭൂമിയിൽ നിന്ന് വന്ന മണ്ണിൽ നിന്ന് വന്ന വസ്തു മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. നമുക്കറിയാത്തവരല്ലല്ലോ ഈ ആയത്ത്, കേൾക്കാത്തവരില്ലല്ലോ ഇവിടെ ഈ ആയത്ത്. നമ്മളൊക്കെ ഇത്ര ചെറിയ കുറെ മക്കളും എന്റെ മുമ്പിലുണ്ട്. നമ്മളൊക്കെയും ചിലപ്പോൾ ജീവിതത്തിൽ ഈ കിളിർ കൈകളെ കൊണ്ട്, ഈ കിളുന്നു കൈവിരലുകളെ കൊണ്ട് കൂരിയിട്ടിട്ടില്ലേ 2-3 പിടി മണ്ണ്? പ്രിയപ്പെട്ടവരുടെ, ഉറ്റവരുടെ, തോഴന്മാരുടെ, സ്നേഹിതന്മാരുടെ, ചിലപ്പോ സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയുടെ, ഉപ്പയുടെ, വല്യുമ്മയുടെ, വല്യുപ്പയുടെ ഒക്കെ ഖബറില് മിൻഹാ ഖലഖനാകും എന്ന് പറഞ്ഞ് മണ്ണ് വാരിയിട്ടവര് തന്നെയല്ലേ നമ്മൾ? മുസ്തഫ ലത്ഫുൽ മൻഫൂലൂത്തി അദ്ദേഹത്തിന്റെ അബറാത്തിലെ ഒരധ്യായം തുടങ്ങുന്നത് തന്നെ പ്രിയപ്പെട്ട മരിച്ചുപോയ തന്റെ മകന്റെ ഖബറിൽ മണ്ണ് കോരിയിട്ടത് അത് കഴിഞ്ഞു വന്നാണ് എഴുതുന്നത്. അൽ ആനയ, പിന്നെ എന്റെ കൈകളെ കൊണ്ട് നിന്റെ ഖബറിൽ ഞാൻ മണ്ണ് വാരിയിട്ട പശിമയോടെയാണ് ഇത് എഴുതുന്നത്. അൽ ആന നഫൽതു യദി മിൻ തുറാബി ഖബരിക യാ ബുനൈ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ, നിന്റെ ഖബറിന്റെ മണ്ണ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇപ്പോഴേ കുടഞ്ഞു കളഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം എഴുതാനിരിക്കുന്നത് അൽ അബറാത്ത് എന്ന കണ്ണീർ കണങ്ങൾ എന്ന പുസ്തകം. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര കാലം നമുക്കിതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? നമ്മൾ ആലോചിക്കണം. കണ്ണുനീർത്തുള്ളികളെന്ന് പിന്നെ നാലപ്പാട്ട് നാരായണമേനോന്റെ പ്രസിദ്ധമായ കാവ്യമുണ്ടല്ലോ, കണ്ണുനീർത്തുള്ളികൾ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോഴുള്ള ശോകത്തിൽ നിന്ന് എഴുതിയതാണ് മലയാളത്തിന്റെ മഹാകാവ്യമായി പിന്നീട് പരിവർത്തിതമായ കണ്ണുനീർത്തുള്ളികൾ. അദ്ദേഹം ആ കവിതയിൽ ചോദിക്കുന്നുണ്ട്, ലോകത്ത് മറ്റേത് കാഴ്ച കണ്ടവനും കണ്ണിന് വീണ്ടും കാഴ്ചകൾ, ഉന്മാദത്തിന്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ കാഴ്ചകൾ ലഭിച്ചിരിക്കാം. പക്ഷേ സ്വന്തം ഭാര്യ മരിച്ചത് കണ്ട ഒരു കണ്ണിന് എങ്ങനെയാണ് പിന്നീടൊരു സന്തോഷത്തിന്റെ കാഴ്ച ലഭിക്കുന്ന? പിന്നെ എവിടെ നിന്നാണ് ഒരു പ്രകാശം ലഭിക്കുക എന്ന് ചോദിക്കുന്ന? 10 മാസം കൊണ്ട് 10 ജന്മത്തിന്റെ സുഖങ്ങളായിരുന്നു കേവല ജീവിതത്തിന് ശേഷം ഭാര്യ മരിച്ചുപോയ ദുഃഖം. ലോകത്ത് ഈ ദുഃഖങ്ങളല്ലേ പലർക്കും പറയാനും കേൾക്കാനുമുള്ളൂ. ഈ വിഷമത്തിന്റെ, വിഷാദത്തിന്റെയൊക്കെ ലോകത്ത് നമ്മളൊക്കെ ചെറുപ്പമാണെങ്കിൽ പോലും കണ്ടിട്ടില്ലേ ഒരുപാട് ആളുകൾ ഈ ദുനിയാവിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എവിടെയോ എപ്പോഴോ നമ്മളും ഇറങ്ങിപ്പോകേണ്ടി വരും. എത്ര മനോഹരമായ പുഷ്പങ്ങളും ഒരു സമയം വരുന്നതുവരെ പൂവിനൊരു പകൽ, പൂർണ്ണേന്ദുവിനൊരു രാവ്, ഒരു ശസ്സിനു തിരുനെറ്റിയിലെ പൂവിരിയും വരെ, ഒരു പുരുഷായുസ് ഒരു പിടി നീർപ്പോളകൾ പൊലിയും വരെ. പൂവിനൊരു പകലേയുള്ളൂ. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂവിൽ അസ്ഥിരമ സംശയം, ഇന്നു നിന്റെ യാഭൂതി എങ്ങു പുനരങ്ങു കിടപ്പിതോർത്താൽ എന്ന് പറഞ്ഞാണ് കുമാരനാശാൻ വീണപൂവ് തുടങ്ങുന്നത്. ഒരു പുഷ്പത്തിന്റെ മനോഹാരിത. പക്ഷേ അതൊക്കെ ഒരു പകലേ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം ആ പുഷ്പം കൊഴിഞ്ഞു വീഴുകയാണ്. അപ്പോ അത് അവസാനിക്കുന്നത് കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ. ഇത് നോക്കിയിരുന്നിട്ട് കാര്യമല്ല. കരിഞ്ഞു മലിഞ്ഞും ഈ മലര്, ഈ പുഷ്പം കുറച്ചു കഴിയുമ്പോൾ ഇതും മണ്ണാവും. നമ്മുടെ ഈ മനോഹരമായ ശരീരങ്ങളൊക്കെ കുറച്ചു കഴിയുമ്പോൾ ഇതൊക്കെ മണ്ണോട് ചേർന്നു പോകും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടക്കപ്പെട്ടത്, ഇതിലേക്കാണ് നിങ്ങളെ തിരിച്ചു വെക്കുന്നത്. പക്ഷേ പറയുന്നത് ശുഭപ്രതീക്ഷയ, വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. എല്ലാം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി വളരെ തനിക്കിഷ്ടപ്പെട്ട ആളുകളെ മറമാടുമ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രതീക്ഷയത ഇനിയൊരിക്കലും കാണില്ല എന്നല്ല, ഇനിയും കാണാം. ഇനിയും കാണാനുള്ള അവസരങ്ങളുണ്ട്. പ്രിയപ്പെട്ട മാതാവിനെ പറയാറുന്ന കരങ്ങളോടെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും ഈ ഒരു പ്രതീക്ഷയാണുള്ളത്. ഉമ്മ ഇനി സ്വർഗത്തിൽ കാണാം, ഇനിയും കാണാൻ കഴിയുന്ന ആ നല്ല നാളുകള്.
വീണ്ടും കാണാൻ നമുക്ക് സാധിക്കണം. ദുനിയാവിൽ ശരീരത്തെ പോഷിപ്പിച്ച ആ പോഷിതമായ ശരീരം മണ്ണില് വിലയം പ്രാപിക്കുമ്പോൾ നീലഗിരി ജില്ലയുടെ നീലിമയിൽ നിങ്ങൾ വിലയം പ്രാപിക്കുന്നത് പോലെ എത്ര മനോഹരമായ സന്ധ്യകളാ ഇവിടെയൊക്കെ ഓരോ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും കാണാൻ പുറത്തുനിന്ന് ആളുകൾ വരുന്ന മനോഹരമായ നീലഗിരിയുടെ പ്രദേശങ്ങൾ. അതുപോലെ ഒരു ജീവിതം, അങ്ങനെ ജീവിതം എന്നൊക്കെ പറഞ്ഞത് ഇതെങ്ങനെയായിട്ട് വരും പോകുമല്ലേ സഖി എന്ന് എൻ കക്കാട് അദ്ദേഹത്തിന്റെ സഫലമി യാത്രയിൽ പറഞ്ഞതുപോലെ ആർദ്രമാമി ധനുമാസരാവുകളിൽ ഒന്നിരാതിര വരും പോകും. ഇതൊക്കെ എങ്ങനെ വന്നു പോകും, ദിവസങ്ങളും കാലങ്ങളും. അതിനിടയിൽ നിങ്ങൾ കുഞ്ഞായ കാലമുണ്ട്, പിന്നെ കൗമാരത്തിലെത്തുന്നു, പിന്നെ യൗവനത്തിലെത്തുന്നു. ഇതൊക്കെ കഴിഞ്ഞു പോകും. അതിനിടയിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ കേട്ടത്. നിങ്ങളുടെ കർമ്മബോധം എന്താണ്? ഇവിടെയും ഭൂപ്രദേശത്തിന്റെ സാഹചര്യങ്ങളനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന SKSSF എന്ന ഏറ്റവും ഉദാത്തമായ സംഘടനയുടെ പ്രവർത്തന ഗോതയിലിറങ്ങിയ നിങ്ങൾക്ക് ഒരു നല്ല ശുഭ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാര്യങ്ങളാണ് കേട്ടത്. പക്ഷെ അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കുക, ചെയ്യുന്നതൊക്കെയും ഒരു കൃത്യമായ മാതൃകയിലൂടെയാവണം. എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യാനല്ല എന്നെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചത്. എനിക്ക് നല്ലതെന്ന് തോന്നുന്നതൊക്കെ ചെയ്താൽ ഈ ലോകം ഇതുപോലെ മനോഹരമാവില്ല. ഇവിടെ കൃത്യമായ ഒരു മാതൃക അല്ലാഹു നമുക്ക്, നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ചരിക്കേണ്ടത്. അതിനാണ് അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലഖദ് കാന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര തവണ ഞാനിവിടെ പരാമർശിക്കുന്നുവോ അത്രയും തവണ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ സദസ്സ് അള്ളാഹുവിനും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ഒരു സദസ്സായി പോകും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ആ സ്വലാത്ത് തന്നെയാണ്. നമ്മൾ മദീന പാഷനിലാണ്. മദീനയാണ് നമ്മുടെ വികാരം, മദീനയാണ് നമ്മുടെ മനസ്സിന്റെ കേന്ദ്രം. മദീനയിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിന്റെ അഭിലാഷവും സാഫല്യവും. മദീന പാഷൻ മലപ്പുറത്ത് നടക്കുമ്പോൾ, മലപ്പുറം ജില്ലയുടെ മദീന പാഷനിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ, 10-11 ആളുകൾക്ക് മദീനയിൽ പോകാനുള്ള സൗഭാഗ്യമുണ്ടായി. അല്ലാഹു നമ്മളൊക്കെ മദീനയിലേക്ക് എത്തിക്കുമാറാവട്ടെ. മദീന ജീവിതത്തിന്റെ ഒരു വല്ലാത്ത മോഹമാണ്. എന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിന്റെ യഥാർത്ഥ ഖിബില. മനസ്സിന്റെ ഖിബില. നിസ്കരിക്കാൻ നമുക്ക് കഅബ എന്നൊരു ഖിബിലയുണ്ട്. പക്ഷെ ആ ഖിബില പോലും എങ്ങനെയാണ് ഉണ്ടായത്? കഅബയിലേക്ക് എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് അതിന്റെ നേരെ എതിർവശത്തേക്കായിരുന്നു അന്ന് ഖിബിലയുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുമ്പോൾ മദീനയിൽ നിന്ന് കഅബയിലേക്കല്ല തിരിഞ്ഞിരുന്നത്, ബൈത്തുൽ മുഖദ്ദിസിലേക്കാണ്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസിലേക്കായിരുന്നു അന്ന് ഖിബില. അത് തുടർന്നിരുന്നെങ്കിൽ നമ്മളിന്ന് തിരിയേണ്ടതും അങ്ങോട്ട് തന്നെയാകുമായിരുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 17 മാസക്കാലം മദീനയിൽ വന്നിട്ട് തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചത് നമുക്കൊക്കെ അറിയാം. മസ്ജിദുൽ അഖ്സയിലേക്കാണ്. മദീനയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയുന്നത് മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുന്നതിന്റെ നേരെ എതിർവശത്താണ്. 180 ഡിഗ്രി നേരെ തിരിയണം, പൂർണ്ണമായി ഇങ്ങോട്ട് തിരിയണം. എതിർവശത്തേക്കായിരുന്നു. അങ്ങനെ 17 മാസക്കാലം അവിടുന്ന് സഹാബത്തും നമസ്കരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ മാറ്റിയത് ഖിബില? അല്ലാഹു തആല പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റൽ الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബി ആകാശത്തേക്ക് തങ്ങളിങ്ങനെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹു കാണുന്നുണ്ട്. വഹി വരുമോ എന്ന ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ആകാശ ലോകങ്ങളിലേക്ക് തങ്ങൾ നോക്കിയിരിക്കുന്നത് എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു, മസ്ജിദുൽ ഹറാമിലേക്ക് തന്റെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഅബയിലേക്ക് തന്നെയാവണം എന്റെ ഖിബില എന്ന്. ആ ഒരു മോഹവുമായി, ആ മോഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ തീരുമാനം മസ്ജിദുൽ അഖ്സയാണെങ്കിൽ അത്, പക്ഷെ മോഹം മനസ്സിലുണ്ട് മസ്ജിദുൽ ഹറാമായി കിട്ടിയെങ്കിലെന്ന്. അല്ലാഹു തആല മോഹത്തെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തേക്ക് കണ്ണുയർത്തി തങ്ങൾ നോക്കുന്നത്
പ്രവാചകരെ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർല്ലാഹ, തങ്ങൾ പൊരുത്തപ്പെടുന്ന ഖിബ്ലയിലേക്ക് തങ്ങളെ നാം തിരിച്ചു തരുന്നുണ്ട്. ഫലനുവല്ലിയന്നക, തീർച്ചയായും നബിയെ തങ്ങളെ നാം തിരിച്ചു തരും. ഖിബ്ലതൻ തർല്ലാഹ, തങ്ങൾ പൊരുത്തപ്പെടുന്ന ഖിബ്ല, തങ്ങൾക്ക് ഇഷ്ടതാണെങ്കിൽ അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഖിബ്ലയുടെ നായകനാരാ? നമുക്ക് ഖിബ്ല കഅബയാക്കി തന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി മോഹമാണ് കഅബയിലേക്കായിരിക്കണം എന്റെ ഖിബ്ല, അതാണ് തങ്ങളുടെ മോഹമെങ്കിൽ അതായിക്കോട്ടെ എന്ന് തീരുമാനിച്ചത് റബ്ബുൽ ഇസ്സത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ആഗ്രഹിച്ചത് അത് നൽകുക എന്നതായിരുന്നു അല്ലാഹു തആല എല്ലാ കാര്യത്തിലും ചെയ്തത്. മറ്റുള്ളവരോടൊക്കെ ആ ഒരു സമീപനം മറ്റു പ്രവാചകന്മാരോട് പോലും അല്ലാഹു തആല കാണിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂസ അലൈഹിസ്സലാം സ്വന്തം ജനതയെ, ഒരുപാട് കഷ്ടപ്പെടുന്ന സ്വന്തം ജനതയെ ഫിർഔനിന്റെ കിരാതമായ മർദ്ദനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് എത്രയോ വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അവർക്ക് ആത്മബോധം നൽകി. പ്രവാചകന്മാരുടെ മക്കളും പേരമക്കളുമൊക്കെ ബനൂ ഇസ്രായേൽ ഉന്നത കുലജാതര. അവരെ ഫിർഔൻ അടിമപ്പണി ചെയ്യിച്ചു, ഖിബ്തുകൾ അടിമപ്പണി ചെയ്യിച്ച് ദാസ്യവേല ചെയ്യിച്ചപ്പോ അവർക്ക് ആത്മാഭിമാനം നൽകി, അവരെ ശക്തരാക്കി, അവരെ മോചിപ്പിച്ച് ഫിർഔനെ ചെങ്കടലിന്റെയും അതുപോലെ നൈൽ നദിയുടെയും ഇടയിലുള്ള അഖബ കടലിടുക്കിൽ മുക്കിക്കൊന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തി. മൂസ അലൈഹിസ്സലാം ആ ജനതയുമായി വരുമ്പോൾ ധൃതി കൂട്ടി മൂസ അലൈഹിസ്സലാം തൂർ സീനാ പർവ്വതത്തിലേക്ക് കയറിപ്പോവുകയാണ്. ജനത പിന്നില. ഹാറൂൻ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നു, വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസ, മൂസ നീ എന്താ ഇങ്ങനെ ധൃതിപ്പെട്ടു വന്നത് നിന്റെ ജനതയെ കൂട്ടാതെ എന്ന് പറഞ്ഞപ്പോ ഖാലഹും ഉലൈ അലാ അസരി, പടച്ചവനെ അവർക്ക് പിന്നാലെ വരുന്നുണ്ട്. വഅജിൽതു ഇലൈക റബ്ബി ലിതറല്ലാഹ്, മൂസാ നബി പറഞ്ഞത് പടച്ചവനെ ഞാൻ നിന്നിലൊരു വന്നത് നീ എന്നെ തൊട്ട് പൊരുത്തപ്പെടാനാ, നീ എന്നെ തൊട്ട് തൃപ്തിപ്പെടാൻ വേണ്ടി ഞാൻ ധൃതി പിടിച്ചു വന്നു എന്ന് മൂസ അലൈഹിസ്സലാം അല്ലാഹുവോട് പറയുമ്പോ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല, ഇങ്ങോട്ട് പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാഹ്. നബി തങ്ങൾ തൃപ്തിപ്പെടാൻ അള്ളാഹുവോട് അങ്ങോട്ട് പറയല്ല, അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങോട്ട് പറയുകയാണ്, പ്രവാചകരെ തങ്ങളെ അള്ളാഹു തആല കൈവിടിഞ്ഞിട്ടില്ല, തങ്ങളെ അള്ളാഹു തആല ഉപേക്ഷിച്ചിട്ടില്ല, തങ്ങളെ അള്ളാഹു തആല വെറുത്തിട്ടില്ല. വലസൗഫ യുഅതീക റബ്ബുക, തങ്ങളുടെ റബ്ബ് തങ്ങൾക്ക് തരും. ഫതറല്ലാഹ്, മാത്രം തൃപ്തിപ്പെടാൻ മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയായിരുന്നു അള്ളാഹു തആല ഓരോ രംഗത്തും നോക്കിയത്. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. നമുക്കൊരു മാതൃക എന്ന് പറയുന്നത് കേവലമായ ലോകത്തെ ഒരുപാട് മഹാന്മാരെ പറ്റി പറയുന്നത് പോലെയല്ല. ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവിനെ പറ്റി അല്ലെങ്കിൽ ലോകത്തെ വലിയ ആളുകളെ പറ്റി അവരൊക്കെ മാതൃകയാണെന്നും നമ്മൾ പറയും. ഓരോരോ വിഷയങ്ങളിൽ അവർ മാതൃകയാവും. പക്ഷേ എല്ലാ വിഷയത്തിലും ഒന്നൊഴിയാതെ ഒരു മുഅ്മിനിന്റെ മുഴുവൻ ജീവിതത്തിലും മാതൃകയായി ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം നാം തിരിച്ചറിയണം. മദീനയുടെ മഹത്വം നാം തിരിച്ചറിയണം. മദീന എന്നത് ലോകത്തെ കേവലം ഒരു രാജ്യമായല്ല, അത് മുഅ്മിനിന്റെ മനസ്സിന്റെ ഖിബ്ലയാണ്. നമുക്കെപ്പോഴും ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന, ചെന്നെത്തണമെന്ന് മോഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് മദീന. പാഷൻ എന്നത് കേവലം ഒരു നാവുകൊണ്ടുള്ള അധരവ്യായാമമാകരുത്, കൽബ് കൊണ്ടുള്ള ഒരു സ്നേഹത്തിൽ ആയിരിക്കണം. നമ്മുടെ കൽബ് കൊണ്ടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാവണം. കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടിയിരുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ മാതൃകകൾ ഫലവത്താവുകയുള്ളൂ. അല്ലെങ്കിൽ മാതൃകയുണ്ട് എന്നൊരു പ്രസ്താവവുമായി നമ്മൾ കടന്നുപോകും. നമ്മുടെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മോഹം അതായിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഓരോ മനുഷ്യനും വിജയിക്കുന്നത്. ലോകത്ത് ഉമ്മത്തിൽ ഏറ്റവും വിജയിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ മഹബ്ബത്ത് കൊണ്ടാണ് വിജയിച്ചത്. വേറെന്തെങ്കിലും തെളിവുകൾ നോക്കിയിട്ടോ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ മഹത്വം നോക്കിയിട്ടൊന്നുമല്ല. ഹാദാ ലൈസ ബിവജ്ഹി കദ്ദാബ്. എന്തായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ഈമാനിന്റെ കടുകട്ടിയുടെ താല്പര്യം? ഉമ്മത്തിന്റെ മൊത്തം, ഞാനും നിങ്ങളൊന്നും അല്ലല്ലോ ഈ ഉമ്മത്ത് എന്ന് പറയുന്നതിൽ പ്രധാനികള്. മഹാനായ ഉമറുൽ ഫാറൂഖ് അടക്കമുള്ള ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാർ മുഴുവനും, മഹാന്മാരായ മശായിഖ് മുഴുവനും, ഗൗസുൽ ആദം അടക്കമുള്ള മശായിഖ് മുഴുവനും ഒക്കെ ഉമ്മത്തല്ലേ? ആ ഉമ്മത്തിന്റെ മുഴുവൻ ഈമാൻ ഒരു തട്ടില്. മറുവശത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മാത്രം മറ്റേ തട്ടിലും.
നമ്മൾ ആലോചിക്കുക, ഉമറുൽ ഫാറൂഖ് മുതൽ ലോകാവസാനം വരെയുള്ള ഏറ്റവും വലിയ മുഅ്മിനീങ്ങൾ ആ കാലത്ത് ഈമാൻ മുറുകെ പിടിച്ചാൽ 50 സ്വഹാബത്തിന്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞവരൊക്കെ കൂട്ടത്തിലില്ലേ? ായ ആളുകളുടെ ഈമാൻ. അല്ലെങ്കിൽ ഈമാൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് മാത്രം അത്ഭുതം സൃഷ്ടിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഈമാൻ ആരുടേതാണ്? നിങ്ങൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഈമാൻ മലക്കുകളുടേതായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കുകളുടെ ഈമാൻ എന്തിനാ അത്ഭുതം? കാര്യം അവർ അള്ളാഹുവിന്റെ ഹദറത്തിലോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രഭാവം ശരിക്കും അനുഭവിക്കുന്നവരല്ലേ. അവർക്കെന്താ ഈമാനിൽ അത്ഭുതമുള്ളത്? എന്നാ പിന്നെ പ്രവാചകന്മാരുടേതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്മാരുടെ ഈമാനും എന്താ അത്ഭുതപ്പെടാൻ? അവർ അള്ളാഹുവിൽ നിന്ന് വഹി നേരിട്ട് ഏറ്റെടുക്കുന്നവരല്ലേ. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, എന്നാ ഞങ്ങളുടെ ഈമാനായിരിക്കും. അപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ ഈമാൻ എന്താ ഇത്ര വലിയ അത്ഭുതം? ഞാൻ നിങ്ങളുടെ ഇടയിലില്ലേ? എന്നെ കണ്ടല്ലേ നിങ്ങൾ മുഅ്മിനീങ്ങളായത്? അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, പിന്നെ ആരുടെ ഈമാനാ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്? അവിടുന്ന് പറഞ്ഞു, ഏറ്റവും അത്ഭുതകരമായ ഈമാൻ ഇനിയും വരാനിരിക്കുന്ന ഒരു കൂട്ടരുടെ ഈമാന. അവരെന്നെ കണ്ടിട്ടില്ല, അവരെന്നെ കേട്ടിട്ടേയുള്ളൂ, എന്നിട്ടും അവരെന്നെ വിശ്വസിക്കുന്നു, അവരെന്റെ ചര്യയെ പിന്തുടരുന്നു. കണ്ടിട്ടില്ലാതെ കേട്ടു മാത്രം വിശ്വസിക്കുന്ന ഈമാൻ ഏറ്റവും വലിയ ഈമാൻ. ആ ഈമാനൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഈമാൻ ഒന്നായി തൂക്കിയാലും സിദ്ദീഖ് ഈമാന്റെ എത്തുന്നില്ല. എന്താണ് ആ ഈമാനിന്റെ താല്പര്യം? ഉസ്വത്തുൽ ഹസനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ഈമാൻ തന്നെയാണ്. ഈമാനിൽ കുറവ് വന്നിട്ട് നമുക്ക് ഒരു മാതൃകയും ഉണ്ടാവാൻ പോകുന്നില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ഈമാൻ എന്താ? ഈ ഉമ്മത്തിന്റെ മുഴുവൻ ഈമാനേക്കാൾ കനം തൂങ്ങാൻ എന്താ അവിടുന്ന് ചെയ്തത്? സ്വഹാബത്ത് തന്നെ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു ഞങ്ങളെക്കാൾ കൂടുതൽ നിസ്കാരം നോമ്പ് എന്നുള്ള ആളല്ല. ഞങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെക്കാളും ഓരോരുത്തരെക്കാൾ കൂടുതൽ ഉണ്ടാവാമെന്നല്ല ഉണ്ട് താനും. പക്ഷെ എല്ലാവരുടെ നിസ്കാരം കൂടി കൂട്ടി അതിലപ്പുറം സിദ്ദീഖ് റളിയല്ലാഹു നിസ്കരിക്കാൻ കഴിയുമോ? പിന്നെ എന്താണ് എല്ലാവരുടെ ഈമാനേക്കാൾ കൂടുതൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ കൂടാൻ? വലാകിൻ ശൈഉൻ വഖറ ഫിൽ ഖൽബ്, അത് ഹൃദയത്തിൽ ഉറച്ച ഒരു സ്നേഹമാണ്. സ്നേഹമെന്നല്ലാതെ ഈമാനിന് വേറെ ഒരു അർത്ഥമില്ല. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ് ഈമാൻ. മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, الذين يقولون ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ഈമാൻ ഉണ്ടാവുന്നത് അല്ലാഹുവിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട പ്രവാചകന്റെ വിളി കേട്ടിട്ട് ഫആമന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു കേട്ട് വിശ്വസിക്കുമ്പോഴാണ് ഈമാനാവുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ഈമാൻ ഏറ്റവും വലുതാവുന്നത് മറ്റാരെക്കാളും സിദ്ദീഖ് റളിയല്ലാഹു പരിഗണിച്ചത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്. ഹാദാ ലൈസ ഹദീസുകളിൽ കാണാം. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഈമാനിന്റെ കാര്യം ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ വിശ്വാസം വരാൻ? രാത്രിയിലൊക്കെ ഇത് തെളിയിക്കപ്പെട്ടു. മറ്റുള്ള പലരും അവിശ്വസിച്ചപ്പോ കളിയാക്കിയപ്പോ ഇൻ ഖാല ഫഖദ് സദഖ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, അതിലപ്പുറം എനിക്കിനി ചിന്തിക്കേണ്ടതില്ല എന്ന് പറയാനുള്ള കാര്യം ഈ മുഖത്ത് നിന്നൊരു കളവ് വരില്ല എന്നതായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്ത് നിന്നൊരു കളവ് വരില്ല എന്ന വിശ്വാസം, അതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യൽത്തിന്നാസു ബിൽ ഹുജജി. ആളുകൾ വിവിധങ്ങളായ തെളിവുകളുമായി ആഖിറത്തിൽ നെട്ടോട്ടമോടുമ്പോ, ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ അവരുടെ വിവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോ, ഓരോ നഫ്സും യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ. ആഖിറം എന്ന ഒരു സന്ദർഭത്തെ നമ്മൾ ഓർക്കണം. അവിടെ നമുക്ക് വാദിക്കാൻ വേണ്ടി വക്കീലന്മാരുണ്ടാവില്ല, അവിടെ നമ്മുടെ കാര്യം പറയാൻ നമ്മുടെ സ്വന്തക്കാരുണ്ടാവില്ല. ഓരോ മനുഷ്യനും തുജാദിലു അൻ നഫ്സിഹാ, അവനവന് വേണ്ടി സ്വന്തം വാദിക്കേണ്ട ഒരു സ്ഥലമാണ് ആഖിറം. റബ്ബിന്റെ മുമ്പിൽ ഓരോ മനുഷ്യനും നിന്നുകൊണ്ട് അവനവന്റെ കാര്യം അവനവൻ തന്നെ പറയേണ്ട ദിവസം. ആ ദിവസം ഓരോരുത്തർക്കും പറയാനുള്ള വിവിധങ്ങളായ ലക്ഷ്യങ്ങളുടെ മുമ്പിൽ നമുക്ക് പറയാനുള്ള ഒരേ ഒരു ലക്ഷ്യം വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ. പ്രവാചകരെ അവിടുത്തെ പ്രശോഭിതമായ മുഖമാണ് നമ്മുടെ തെളിവ്. ആ മുഖത്തിൽ നിന്നൊരു കളവ് വരില്ല എന്ന വിശ്വാസമാണ്. അവിടുത്തോടുള്ള ആ മുഖത്തോടുള്ള ആ തിരുമുഖത്തോടുള്ള നമ്മുടെ ആദരവും സ്നേഹവുമാണ്. അമലല്ല പ്രധാനം, ഈമാനാണ് പ്രധാനം. ഈമാനുണ്ടെങ്കിൽ അമലുകൾ വരും. അമൽ ഒരുപാട് ചെയ്തത് കൊണ്ട് ഈമാൻ വന്നോളന്നില്ല.
അമലുണ്ടാവലൊക്കെ ഈമാൻ ഉണ്ടായിട്ടാണ്. നമ്മുടെ ഈമാൻ ശരിയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖൽബ് കൊണ്ടൊരു മഹബ്ബത്ത് വരണം. പ്രവാചകനാണ് നമ്മുടെ രക്ഷകനെന്ന തിരിച്ചറിവുണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ മനസ്സിൽ സൂക്ഷിച്ചത് കൊണ്ട് ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മറ്റാരെക്കാളും ഈമാനുള്ളത് മനുഷ്യനായത് ഈ ഉമ്മത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മാതൃകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയുമ്പോൾ അത് അല്ലാഹു പറഞ്ഞതാ, സർട്ടിഫൈ ചെയ്തതാ. റബ്ബ് നമ്മളോട് പറയുകയാണ് ലഖദ് കാന ലക്കും. നമ്മളെന്നൊക്കെ പറയുന്നത് കുറെ പിന്നിലാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മുമ്പിൽ ആ ഒരുപാട് മഹാന്മാർ, നമുക്കൊക്കെ അറിയുന്ന മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഒക്കെ നമ്മുടെ മുമ്പിലെ നിരകളിൽ അങ്ങനെ കടന്നുപോയി. അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. മഹാനായ സൈനുദ്ദീൻ മുഖ്ദും തങ്ങൾ, ഇബ്നു ഹജർ തങ്ങൾ, എത്രയെത്ര മഹാമനുഷ്യര്. അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് മഹാനായ ഇമാം നവവി തങ്ങള്, ഇമാമുന ഷാഫിഈ തങ്ങള്, മഹാന്മാരായ ഖുലഫാഉർ റാഷിദ് അടക്കമുള്ള സ്വഹാബത്ത്. ആ നിരയോടാ അല്ലാഹു പറഞ്ഞത് ലഖദ് കാന ലക്കും. സ്വഹാബത്താണ് ഒന്നാമത് അഭിസംബോധിതര്. നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള മഹാന്മാരായ സ്വഹാബത്തിനോട് അല്ലാഹു പറയാൻ നിങ്ങൾക്കൊക്കെയുമുണ്ട് ഫീ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയുണ്ട്. പക്ഷെ നിങ്ങൾക്കെന്ന് പറഞ്ഞു പിന്നീട് അല്ലാഹു തആല അവിടെ നിങ്ങളിൽ നിന്ന് ചില ആളുകളെ പ്രത്യേകമായി പറഞ്ഞു. എല്ലാവർക്കും ഒന്നും മാതൃകയില്ല. ആർക്കാണുള്ളത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു അന്ത്യദിനത്തെപ്പറ്റി നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നുണ്ടോ? എങ്കിലേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അന്ത്യദിനം, അല്ലാഹു, യൗമുൽ ആഖിർ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അജണ്ടയിലില്ല എന്ന് വന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ എന്താ നമ്മുടെ അജണ്ടയിലുള്ളത്? നമുക്ക് ഇവിടെ ജീവിതം ഉഷാറാവണം, ഇവിടെ നല്ല സൗഭാഗ്യങ്ങൾ വേണം, ഇവിടെ നല്ല വീടും വണ്ടിയും സൗകര്യങ്ങളും മൊബൈലും ഏറ്റവും നല്ല പുതുപുത്തൻ സംവിധാനങ്ങളും വേണം എന്നതാണെങ്കിൽ അതിനൊന്നും മാതൃക തേടി നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ തേടി പോകണ്ട. അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വേറെ മാതൃകകൾ ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ വലിയ വീട് വെച്ച് മാതൃക കാണിച്ചു തന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത സൗകര്യങ്ങൾ കൂട്ടി മാതൃക കാണിച്ചു തന്നിട്ടില്ല. നിങ്ങൾ ദുനിയാവിനെയാണോ തേടുന്നത് എങ്കിൽ ഇവിടെ മാതൃക കാണില്ല. മാതൃക ആർക്കാ? ലിമൻ കാന യർജുല്ലാഹ. അല്ലാഹുവിലും അന്ത്യദിനത്തിലുമാണ് നിങ്ങളുടെ പ്രതീക്ഷയെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. വേണമെങ്കിലും വേണ്ടെങ്കിൽ അത് അവിടെ എത്താതെ കഴിയില്ല. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ നിൽക്കേണ്ടി വരും. നിൽക്കുന്ന വേണം, ഇരിക്കാൻ പോലും സ്റ്റൂൾ പോലും കിട്ടൂല. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 50,000 വർഷത്തിന്റെ ദൈർഘ്യം റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. എന്താ ചെയ്യ? 2 മണിക്കൂർ ഒരു ക്യൂല് നിൽക്കാൻ നമുക്കൊന്നും കഴിയാറില്ലല്ലോ. നമ്മൾ തന്നെയാണ് അവിടെ ഉണ്ടാവുക. എന്താ വേറെ വഴിയില്ല. അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന് തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇവിടെ ഇങ്ങനെ സ്റ്റൂളുണ്ട്, അല്ല പിന്നെ ചെയറുണ്ട്, ഫാനുണ്ട്, ഇതൊക്കെ ഉണ്ടായാലും നമുക്ക് കഴിയണില്ല അത് ഇരിക്കാൻ പോലും. പക്ഷേ ഈ ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. എന്താണ് അതിനെ മോചനത്തിനൊരു വഴിയുണ്ടോ? ഒരു വഴിയില്ല. നിൽക്കുന്ന റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക. എന്തേ റബ്ബ് റഹ്മാനല്ലേ, റഹീമല്ലേ? കാരുണ്യവാനായ റബ്ബെന്തിനാ ഈ സൃഷ്ടികളെ മുഴുവൻ ഇങ്ങനെ നിർത്തുന്നത്? അതും പൊരിവെയിലത്ത് വിയർപ്പുകൾ കൊണ്ട് ഓരോരോ അവനവന്റെ അമലനുസരിച്ച് നെരിയാണി വരെയും മുട്ടുവരെയും മരവരെയും ഊരവരെയും നെഞ്ചുവരെയും ഒക്കെ വിയർപ്പിൽ കുളിക്കുന്ന ഏറ്റവും ആസ്യരമായ ആ നൃത്തം. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ അന്ന് പറഞ്ഞു പോകുന്നത് നരകത്തേക്കാണെങ്കിലും വേണ്ടില്ല അവിടുത്തെ കഴിച്ചിലായാൽ മതി. ദുന്യാവെന്നതൊക്കെ പറയാൻ എളുപ്പമാണ്. നരകത്തിന്റെ എല്ലാ ഭീഭത്സതകളും മുമ്പിൽ കണ്ടിട്ട് പോലും നരകത്തിലേക്കെങ്കിൽ നരകത്തേക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തണമെങ്കിൽ ആ നൃത്തം എത്രമേൽ ഭീതിതമാണ്. നമ്മുടെ മുമ്പിൽ വരാനുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. നിൽക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒന്ന് മാത്രം സാധിക്കും. എന്താണ് സാധിക്കുക? 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യം കുറക്കാൻ പറ്റും. 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യം കുറക്കാൻ പറ്റും.
50,000, 49,000, 48,000, 45,000, 4,000, 2,000, 1,000, 100, 200, അല്ല 100, 50, 25 കൊല്ലമൊക്കെ പോയി മാസവും ദിവസവും അതൊക്കെ പോയിട്ട് മണിക്കൂറുകൾ പോലുമില്ലാതെ കേവലം 2 റക്അത്ത് നമസ്കരിക്കുന്ന സമയമാക്കി മാറ്റാൻ കഴിയും. ആലോചിച്ചു നോക്കി, എത്ര വലിയ വ്യത്യാസ. 50,000 എന്ന് അനുഭവപ്പെടുന്നവർ ഒരു വശത്ത്, കേവലം 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം എന്ന് അനുഭവിക്കുന്നവർ വേറെ ഒരു വശത്ത്. നമ്മൾ ഏതിൽ നിൽക്കണം? നമുക്ക് എവിടെയാ ഇടം കിട്ടുക? എവിടെയാ ഇടം കിട്ടുക? സത്യത്തിൽ അള്ളാന്റെ മുമ്പിൽ ദുനിയാവിൽ നിൽക്കുന്നവരാ നമ്മൾ, മഹ്ശറിൽ മാത്രം അള്ളാന്റെ നിൽക്കുന്നത്. നമ്മൾ റബ്ബിന്റെ മുമ്പിൽ ഇന്ന് സുബ്ഹിക്ക് നിന്നിട്ടില്ലേ? ആരുടെ മുമ്പിലാ നിന്നത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഉസ്വത്തിനൊക്കെ തന്നെ ഏറ്റവും നല്ല മാതൃക വിശ്വാസം കണ്ട നിസ്കാരമാണ് ഏറ്റവും നല്ല മാതൃക. അവിടുത്തെ പോലെ മനോഹരമായി നമസ്കരിച്ച ഒരാളും ദുനിയാവിൽ വേറെ ഉണ്ടായിട്ടില്ല. നിസ്കാരം വാങ്ങിത്തന്നത് അവിടുന്നാണ്, ഏറ്റവും മനോഹരമായി നിസ്കരിച്ച് കാണിച്ചു തന്നതും അവിടുന്നാണ്. അവിടുത്തെ ഉസ്വത്താണ്, മാതൃകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ മാത്രമല്ല, അല്ലാഹു അക്ബർ എന്ന് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിളിക്കുന്നത് തന്നെ എങ്ങനെയാ? പലപ്പോഴും നബിസ്വലാസങ്ങൾക്ക് ഒരു വിഷമുണ്ടായാല് അരിഹ്ന ബിഹായ ബിലാൽ എന്നാ പറയാം. ഇദാ ഹസബഹു അംറുൻ ബഹദറ ഇല സ്വലാ, മനസ്സിലൊരു വിഷമുണ്ടായാൽ നിസ്കാരത്തിനായിരുന്നു നബിതങ്ങൾ മുന്നിട്ട് നിൽക്കുക, വേഗം നിസ്കരിക്കാൻ പോകും. ഏത് വിഷമവും നിസ്കാരം കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മാതൃക നിസ്കാരം തന്നെയാണ്. റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക, ഏത് വിഷയത്തിലും റബ്ബിനെ ആശ്രയിക്കുക. ബിലാൽ അള്ളാഹിനോട് പറയും, ബിലാലെ നിസ്കാരം കൊണ്ട് മനസ്സിന് ആശ്വാസം നൽകി ഈ ബാങ്ക് കൊടുക്ക്. ബാങ്ക് കേട്ടാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വീട്ടിൽ എല്ലാ വിഷയത്തിലും നിബിധങ്ങൾ ഉണ്ടാവാറുണ്ട്. വിശ്വാസങ്ങളുടെ മാതൃക അവിടെ നമ്മൾ നോക്കണം. ഞാൻ ഓരോന്നോരോന്ന് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പലയിടത്തുനിന്നും പറഞ്ഞത്. വീട്ടിലെ കുടുംബജീവിതത്തിലെ മാതൃക. നമ്മളൊക്കെ, നിങ്ങളെ മിക്കവാറും മുമ്പിലിരിക്കുന്ന പലരും കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളോട് കുടുംബജീവിതത്തിലെ മാതൃക ഇപ്പം അധികം ചോദിച്ചിട്ട് കാര്യമില്ല. എന്നാലും നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ കാണുന്നുണ്ടല്ലോ, ആപ്പാര് എത്ര പണിക്ക് കൂടും പെരയില്, ഉമ്മാര് പണിയെടുത്തിട്ട് കുടുങ്ങലന്നല്ലേ. ആപ്പാർക്ക് തിരക്കാണ്. എല്ലാ വാപ്പാരും എങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്നെ പോലത്തെ ചില ആളുകളെ പറഞ്ഞു, വീട്ടിലൊരു പണിക്കും കൂടുതൽ ഒഴിവുണ്ടെങ്കിലും. എന്നാൽ നബിസ്വലാസങ്ങളുടെ മാതൃക, ആയിഷ ബീവി പറയാണ്, വീട്ടിലെ എല്ലാ ജോലിയിലും നബി തങ്ങൾ സഹായിക്കുമായിരുന്നു. അവിടുത്തെ ചെരുപ്പിന്റെ വാർ അവിടുന്ന് തന്നെയാണ് ശരിയാക്കിയിരുന്നത്. ആയിഷ അതൊന്നും ശരിയാക്കിയെന്ന് പറയില്ല. ചെരുപ്പിന്റെ വാറ് അറ്റിട്ടുണ്ടെങ്കിൽ അത് തുന്നിപ്പിടിപ്പിക്കുന്നത്. വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും, ഗോതമ്പ് അരക്കുന്നതിൽ, ആ കാലത്തെ ആ സംവിധാനങ്ങളിലൊക്കെ നബിസ്വലാസങ്ങൾ കൂടി കൊടുക്കുമായിരുന്നു. കുഴക്കുന്നതിൽ എല്ലാത്തിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ദിവസമല്ലേ വിശ്വാസങ്ങൾ ചെരുപ്പിന്റെ അറ്റവാറ് തുന്നിപ്പിടിപ്പിക്കുമ്പോൾ ആയിഷ ബീവി അവിടെ വേറെന്തോ ഒരു ജോലി ചെയ്യാണ്. ആ വീട്ടിന്റെ കുടുംബത്തിലെ മാതൃക നമ്മൾ ആലോചിക്കണം. അപ്പോഴാ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ തിരുനെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങളിൽ ആ ഈത്തപ്പനയെ ഓലകൾ കൊണ്ട് മറച്ച വീട്ടിന്റെ ഓലക്കീറുകൾക്കിടയിലൂടെ സൂര്യപ്രകാശം കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനെറ്റിയിലെ വിയർപ്പുകൾ പ്രതിഫലിക്കുമ്പോൾ അതൊരു രത്നത്തെപ്പോലെ പ്രതിഫലിക്കുകയാ, അല്ലെങ്കിലും പ്രകാശം തന്നെയല്ലേ അവിടുന്ന്. ആ പ്രകാശത്തിൽ മറ്റൊരു പ്രകാശമായി നൂറുന്നലാ നൂറായി, പ്രകാശത്തിനുമേൽ പ്രകാശമായി ഒരു രത്നഗണത്തെപ്പോലെ പ്രകാശിക്കുമ്പോൾ ഒരുപാട് കവിത അറിയുമായിരുന്ന ആയിഷ ചൊല്ലി അറബി കവിത, മനോഹരമായി പ്രകാശിക്കുന്ന രത്നഗണത്തെ ഉപമിച്ചുകൊണ്ട് ചൊല്ലിയ കവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ആയിഷ ബീവിയുടെ നെറുകയിൽ ഉമ്മ വെച്ച് പറഞ്ഞു, ആയിഷ, നീ എന്നെ കവിത ചൊല്ലി സന്തോഷിപ്പിക്കുന്നത് പോലെ തിരിച്ചൊരു കവിത ചൊല്ലാൻ എനിക്കറിയില്ലല്ലോ ആയിഷ. സ്നേഹത്തിന്റെ കുടുംബം, എത്ര മനോഹരമാണ് ആ ജീവിതം. നീ എന്നെ കവിത ചൊല്ലി സന്തോഷിപ്പിക്കുമ്പോ തിരിച്ചൊരു കവിത ചൊല്ലാൻ എനിക്ക് കവിത അറിയില്ലല്ലോ ആയിഷ എന്ന് പറഞ്ഞ് കവിതയ്ക്ക് പകരമായി ഉമ്മ കൊടുക്കുന്ന പ്രവാചകൻ. കുടുംബജീവിതം എത്ര മനോഹരമായിരുന്നു ആ വീട്ടിൽ. അത്രയൊക്കെ സ്നേഹത്തിലും അത്രയൊക്കെ പരസ്പര ധാരണയിലും കഴിഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ആയിഷ ബീവി പറയാണ്, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ കഅന്നഹു ലാ യഅരിഫുനാ വലാ നഅരിഫുഹു, പ്രവാചകൻ ഒരു പോക്ക, ഞങ്ങളെ അറിയാത്തവരെ പോലെയാ. കഅന്നഹു ലാ യഅരിഫുനാ, ഒരു പരിചയമില്ലാത്ത ആളെ മാതിരി, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പരിചയമില്ലാത്ത ആൾ ഇറങ്ങിപ്പോണ മാതിരി ഒരു പോക്കാട് പോകുന്നു. ബാങ്ക് കേട്ടാ പിന്നെ വീട്ടിലെ കാര്യങ്ങളിലോ ഭാര്യമാരോടോ ഒരു സംസാരത്തിനുമില്ല.
അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വിളി കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക മറ്റെല്ലാം നിർത്തിവെച്ചത് കുട്ടികളെ കളിപ്പിക്കലാണെങ്കിലും ഭാര്യമാരോട് സല്ലപിക്കലാണെങ്കിലും വീട്ടുജോലിയാണെങ്കിലും എത്ര പ്രധാനപ്പെട്ട പണിയാണെങ്കിലും ബാങ്ക് കേട്ടാൽ എല്ലാം അവസാനിപ്പിച്ചു പോകുന്ന ആ ഒരു മാതൃക. പള്ളിയിൽ ചെന്ന് നിന്നാലോ നിസ്കാരത്തിലാണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ പിന്നെ മനസ്സിൽ ആ ബന്ധത്തിൽ അല്ലാഹു അക്ബർ, അള്ളയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ ഇടയിൽ വേറൊന്നും വരാൻ പാടില്ല. നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ എന്തിനാ റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞത്? അടുത്തിരിക്കുന്ന ആളോട് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഉസ്താദിനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദ് വിചാരിക്കുക? ഇതുവരെ അടുത്തിരുന്ന ആൾ പെട്ടെന്നൊരു സലാം പറയണേ. പക്ഷെ നിസ്കാരത്തിന് സലാം കിട്ടുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കാറില്ലല്ലോ. ഇതുവരെ അടുത്തിരുന്നവരെന്നല്ലേ പരസ്പരം സലാം പറയുന്നത്. എന്താണ് ആ സലാമിനെ പ്രസക്തമാക്കുന്നത്? ഇതുവരെ മാനസികമായി അടുത്തുണ്ടായിരുന്നില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് ഒരു ആത്മീയമായ മേറാജ. ആകാശ ലോകങ്ങളിലാണ് നമ്മൾ നിസ്കാരത്തിലുള്ളത്, റബ്ബിന്റെ സന്നിധാനത്തിലാ. അല്ലാഹു അക്ബറാണ്. അതായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക. ആ നിസ്കാരം ഇനി തിരിച്ചു വരികയാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ദുനിയാവിലേക്ക് ഇറങ്ങി വരണം നിസ്കാരത്തിൽ നിന്ന്, ഉയരങ്ങളിലേക്ക് കയറി പോകണം നമസ്കാരത്തിലൂടെ. അങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചിരുന്നത്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിന്റെ കുടുംബത്തിൽ, പള്ളിയിൽ, ഇനി അവിടുന്ന് അങ്ങോട്ട് പോയാൽ എവിടെ നോക്കി നിങ്ങൾ യുദ്ധക്കളങ്ങളിൽ നായകനായി ലോകത്തിന്റെ എല്ലാ വിഷയത്തിലും മാതൃക വേറെ ആരാളുള്ളത്? വേറെ ആരാളുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കുക. ലോകത്ത് പറയപ്പെടുന്ന നായകന്മാർക്കൊക്കെ ഏതാനും ചില ഭാഗങ്ങളിലല്ലേ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയൂ. എല്ലായിടത്തും അവരെത്തിയിട്ടുണ്ടോ? എല്ലാവരും എല്ലായിടത്തും എത്തിയിട്ടില്ലല്ലോ. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. മതനായകന്മാരാവട്ടെ, സാമൂഹിക നായകന്മാരാവട്ടെ, ചില മേഖലകളിൽ മാത്രമാണ് അവരുടെ മമിതമാവുകയാണ്. ലോകത്ത് ഏതൊരു മനുഷ്യനും എല്ലാ ജീവിതത്തിന്റെ A to Z, മിനൽ അലിഫി ഇലൽ യാ, തുടക്കം മുതൽ ഒടുക്കം വരെ ലോകത്ത് ഒരു മനുഷ്യൻ അനുകരിക്കാൻ പറ്റുന്നത് ഇന്നമാ ബുഇസ്തു ലിഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്, സകല സൽസ്വഭാവങ്ങളെയും പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ എന്താണോ അവിടുന്ന് കാണിച്ചു തന്നത് അതാണ് ഉത്തമ മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സംഗതിയിലും ചെയ്തത് അത് തന്നെയാണ് അതിലെ മാതൃക. അതിലപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യവും ഒരു മുസ്ലിമിനില്ല. അതൊരു പ്രത്യേക കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് എന്ന് പറയേണ്ട ഒരു കാര്യവും മുസ്ലിമിനില്ല. ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെ കാണിച്ചുവോ അത് തന്നെയാണ് അന്നും ഇന്നും മാതൃക. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ സുബഹിക്ക് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശ ലോകത്ത്, ഉപരിലോകങ്ങളിൽ, ആകാശം എന്നൊക്കെ പറയുന്ന അവിടെ വലിയ വിഡിത്തം പറ്റിയിട്ടുണ്ട് ചില ആളുകൾക്ക്. ആകാശത്ത് അല്ലാഹു തആല പാതിരാവിന്റെ 2 കഴിഞ്ഞാൽ ആകാശത്തേക്ക്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു തആല കൈ നീട്ടി നിൽക്കും. സ്വഹീഹ് ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത വളരെ സ്വഹീഹായ പ്രസിദ്ധമായ ഹദീസ്. നമ്മൾ ആ ഹദീസിനെ അതിന്റെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമ്മളൊക്കെ കുറുക്കം വലിച്ചുറങ്ങുന്ന രാത്രികളിൽ, പുതിയ പല കുറുക്കം വലിച്ചുറങ്ങുകയല്ല, അവർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മുഴുകിക്കഴിയുന്ന രാത്രികളായിരിക്കാം നടക്കുന്നത്. ഇതൊക്കെ ഭൂമിയിലെ കുറച്ച് സ്ഥലങ്ങളിൽ. ഇന്നും ഭൂമിയിൽ സിഗ്നൽ കവർ ചെയ്യുന്ന എത്ര സ്ഥലമാണ്? നമ്മൾ വിചാരിക്കും എല്ലാ ടവറും എല്ലായിടത്തും കവർ ചെയ്യുക. എവിടെയാ സഹാറ മരുഭൂമിയിൽ സിഗ്നൽ? എവിടെയാണ് ഭൂമിയുടെ 3/4 ഭാഗവുമുള്ള കടലിൽ സിഗ്നൽ? ഇതൊക്കെ കുറച്ച് മനുഷ്യൻ താമസിക്കുന്ന കുറച്ച് സ്ഥലത്ത് കുറച്ച് സിഗ്നലുകൾ കവർ ചെയ്തുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന ഈ സംവിധാനങ്ങളൊന്നുമല്ല. ലോകം മുഴുവൻ കൂരിട്ടിൽ നിൽക്കുന്ന പാതിരാവുകൾ, അത് മാറി മാറി വരുന്ന പാതിരാവുകൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ലോകമൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവിടെ റബ്ബുൽ ഇസ്സത്ത്, ഈ ലോകത്തിന്റെ നിയന്ത്രിക്കുന്ന ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്ത് ആകാശലോകങ്ങളിൽ കൈനീട്ടി നിൽക്കുകയാ. ഹൽ മിൻ താഇബിൻ ഫഅതൂബ ലഹ്, തൗബ ചെയ്യുന്നവനുണ്ടോ ഞാൻ സ്വീകരിച്ചോളാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവനുണ്ടോ ഞാൻ പുറത്തു കൊടുത്തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റബ്ബ് പാതിരാവുകൾ കൈനീട്ടി നിൽക്കുമ്പോൾ നമുക്കെന്താ പണി? ഇസ്തിഗ്ഫാറാ? നമുക്കപ്പോഴും ഏതെങ്കിലും അശ്ലീല സൈറ്റുകളിലോ അല്ലെങ്കിൽ അനാവശ്യ ചാറ്റിങ്ങുകളിലോ മുഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഏത് മോചനത്തെയാ പ്രതീക്ഷിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, രാവുകളിൽ സുജൂദിലും ഖിയാമുമായി ആ പാതിരാവുകളിൽ ഉറക്കൊഴിച്ചുകൊണ്ട് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, പാതിരാവുകളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ സ്വർഗം നേടുമ്പോ എന്റെ ദിവസം അവരൊക്കെ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് അവരുടെ മഹ്ശർ തീരുമ്പോ
എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടി വരിക എന്ന് നമ്മൾ സ്വയം നെഞ്ചെത്തിക്കണം. റബ്ബുൽ ഇസ്സത്ത് ആകാശലോകത്തേക്ക്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് യൻസിലു റബ്ബുനാ ഇല സമാഇ ദുനിയാന, നമ്മുടെ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു കൈനീട്ടി ചോദിക്കും, പാതിരാവിലെ ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടോ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. പകല് എന്ന് മാത്രമല്ല, മുസീഉൽ ലൈൽ മുസീഉൻ നഹാർ, പകല് ദോഷം ചെയ്തവന് രാത്രി പുറത്തു തരാമെന്ന് അള്ളാഹു പറയാ. ഓരോ രാത്രിയും ഇത് ആവർത്തിക്കുക. നാം ചെയ്ത പകലിലെ ദോഷം രാത്രി പൊറുപ്പിക്കാനുള്ള അവസരമുണ്ട്. ഈ ഹദീസ് മനസ്സിലാക്കിയിട്ട് ചില ആൾക്കാർ പറഞ്ഞു, അള്ളാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുക, അത് മിമ്പറിൽ നിന്ന് ഇറങ്ങി കാണിച്ചിട്ട് ഞാൻ ഇറങ്ങണമാതിരി ഇറങ്ങാന്നൊക്കെ പറഞ്ഞവരുണ്ട്. അത്ര മായതല്ല. അള്ളങ്ങനെ ആകാശത്തേക്ക് ഇറങ്ങുക, കയറുക, അതും പാതിരാവിലെ. ശരിക്കും ചിന്തിച്ചാൽ നമുക്കൊക്കെ അറിയാവുന്ന ഇന്നത്തെ മനുഷ്യന്റെ അറിവുകൾ, നമ്മെ കൊണ്ടെത്തിച്ച അറിവുകളുടെ മണ്ഡലങ്ങളുണ്ടല്ലോ, ശാസ്ത്രീയമായ അറിവുകൾ. ആ അറിവുകൾ വെച്ച് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ എന്താണ് ഈ ഒന്നാം ആകാശം. നമ്മുടെ നേരെ മുകളിലുള്ളതാണ് നമ്മുടെ ആകാശം. നമുക്ക് പാതിരാവാകുന്ന സമയത്ത് അല്ലാഹു അവിടേക്ക് ഇറങ്ങി വരുന്ന സങ്കല്പിക്കുക. ആ സമയത്ത് നട്ടുച്ചയായ സമയം ഭൂമിയിലില്ലേ? 24 മണിക്കൂർ ഈ ഭൂമിയിൽ തന്നെയല്ലേ ഉള്ളത്. ഇപ്പോ നമുക്ക് എത്രയാണോ 1:30 ആയതെങ്കിൽ ലോകത്ത് 1:45, 1, 2, 3 ഒക്കെ സ്ഥലം ഭൂമിയിലുണ്ട്. 24 മണിക്കൂർ ഈ ഭൂമിയിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ കൂട്ടർക്ക് നട്ടുച്ചയാണ്. നമ്മുടെ നേരെ മുകളിലുള്ള ആകാശം, നമ്മുടെ നേരെ താഴെ 180 ഡിഗ്രി താഴെ പോയാൽ ചിലപ്പോൾ അവിടെ ഭൂപ്രദേശം വെച്ച് നോക്കിയാൽ അമേരിക്കയോ കാനഡയോ എവിടെയാണെന്ന് അറിയില്ല, ആ രാജ്യത്ത് നമ്മുടെ നേരെ അടിയിലാണ് ഭൂമി തുളച്ചു പോയാൽ എത്തുക. അവരുടെ ഒന്നാം ആകാശം ഇവിടെ നമ്മുടെ ഈ മുകളില, അവരുടെ മുകളിൽ, നമ്മുടെ നേരെ താഴെ. അപ്പൊ അല്ലാഹു തആല ഏത് ആകാശത്തേക്കായി ഇറങ്ങുക? അല്ലാഹു തആല എപ്പോഴാ കയറിപ്പോവുക? നമുക്ക് പാതിരാവാം, അടുത്ത സമയം വേറെ കൂട്ടർക്ക് പാതിരാവും, ഇനി അതിനടുത്ത സമയം മറ്റൊരു വിഭാഗത്തിന് പാതിരാവും. അള്ളാഹ്ക്ക് കയറി പോകാൻ സമയം ഉണ്ടാവോ? ഇവരീ പറയുന്ന മാതിരിയാണ് അതിനർത്ഥമെങ്കിൽ അല്ലാഹു തആല ഏതെങ്കിലും ഒരു ഭ്രമണപഥത്തിലേക്ക് അയക്കുന്നത് പോലെ അവിടെ ഇങ്ങനെ കറങ്ങേണ്ടി വരില്ലേ? ഇതൊന്നുമല്ല അതിനർത്ഥം. ഇത് നമുക്ക് മനസ്സിലാവാൻ പറഞ്ഞ ഒരു ശൈലിയാണ്. അതൊക്കെ മഹാന്മാരായ ഇമാമിങ്ങൾ പണ്ടേ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു ഇറങ്ങാ കയറാന്നൊക്കെ പറഞ്ഞതിനർത്ഥം അത് ഭൗതികമായ രീതിയിലുള്ള കയറ്റവും ഇറക്കുമല്ല. അങ്ങനെ അള്ളാഹ്ക്ക് ഒരു സ്ഥലവുമില്ല, കാലവുമില്ല. അള്ളാഹു സ്ഥലത്തെ തൊട്ടും കാലത്തെ തൊട്ടും അതീതനാണ്. അതിന്റെയൊക്കെ മേലെ സ്ഥലവും കാലവും ഒക്കെ സൃഷ്ടിയുണ്ടായപ്പോണ്ടായതാ. ആകാശവും ഭൂമിയൊക്കെ അള്ള പടച്ചപ്പോഴാണ് സ്ഥലവും കാലവും ഉണ്ടാകാൻ തുടങ്ങിയത്. അതിനു മുമ്പേ റബ്ബുൽ ഇസ്സത്തുണ്ട്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, ഒടുക്കമില്ലാത്തവൻ, തുടക്കമില്ലാത്തവൻ. ഏറ്റവും ഉള്ളിലേക്ക് ചെന്നാലും ഏറ്റവും പുറത്തേക്ക് ചെന്നാലും അനന്തമായി എല്ലാറ്റിന്റെയും മുമ്പിലും എല്ലാം കഴിഞ്ഞും ഒക്കെയുള്ളത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അർത്ഥം മനസ്സിലാക്കരുത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം ഫാദിലുള്ള റഹ്മത്ത് പ്രത്യേകമായി ഉണ്ടാവും എന്നാണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം തേടി പോകുന്നതിന് പകരം അത് അമല് ചെയ്യാൻ ഉപയോഗിക്കുകയാണ് ഉള്ളവർ ചെയ്തത്. അവർ പാതിരാവുകളിൽ എഴുന്നേറ്റ് റബ്ബിനോട് ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാവിൽ ഒരുപാട് എഴുന്നേറ്റ് ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞത്, ഇത്രയൊക്കെ വേണോ ഒരു ഭാര്യ എന്ന നിലയ്ക്ക്? സ്വാഭാവികമായും ആയിഷ ബീവിക്ക് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് വിശ്വാസങ്ങളുടെ സാമീപ്യം, ആവശ്യമുണ്ടാവുമല്ലോ. സ്വാഭാവികമായ ചോദ്യം വരും, തങ്ങൾക്ക് അള്ളാഹു എല്ലാ ദോഷവും പുറത്തു തന്നിട്ടില്ലേ? ഒരു ദോഷവും ഉണ്ടാവൂല എന്ന് സംരക്ഷണം തന്നിട്ടില്ലേ? തങ്ങൾക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ കാലിൽ നീര് വരുന്നത് വരെ? വലം തുസുന്നതമൻ അഹ്യല്ലലാമ ഇലാ അനിഷ്തകത് ഖദമാഹു ദുർറ മിൻ വറമി വസദ്ദ മിൻ ശഗബിൻ അഹ്ശാഅഹു വതവാ തഹ്തൽ ഹിജാറതി കഷ്ഹൻ മുത്രഫൽ ലദമി എന്നൊക്കെ ഇമാം ബുസീരി തങ്ങൾ ബുർദയിൽ പറഞ്ഞതുപോലെ, മൻ അഹ്യല്ലലാമ ഇലാ അനിഷ്തകത് ഖദമാഹു ദുർറ മിൻ വറമി, അവിടുത്തെ രണ്ട് കാൽപാദങ്ങളും നീര് വന്ന് അങ്ങേയറ്റം വിഷമിച്ചു നിൽക്കേണ്ടി വന്നു. നിന്ന് കാലിൽ നീര് വന്നു. അത്രയും നിസ്കരിക്കുകയായിരുന്നു പാതിരാവിലെ. അപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലെ, എന്തിനങ്ങനൊക്കെ കഷ്ടപ്പെടുന്നത്? തങ്ങൾക്ക് അല്ലാഹു ഒരു ദോഷം തന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി, അല്ലാ അകൂന അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടേ. അല്ലാഹ് എല്ലാം എനിക്ക് തന്നു എന്നത് വാങ്ങിവെച്ച് അഹങ്കരിക്കാനുള്ളതല്ലല്ലോ എന്ന് ചോദിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക, നിഅ്മത്തുണ്ടാകുമ്പോ അതിന് ശുക്ർ ചെയ്യുക എന്നതാണ്. നിഅ്മത്ത് കിട്ടിയാൽ അതിങ്ങനെ അഹങ്കരിച്ചിരിക്കാനുള്ളതല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിഅ്മത്തുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൂസാ അലൈഹിസ്സലാം എന്താ ചെയ്തത്?
ഫിർഔനെ അല്ലാഹു തആല മുക്കിക്കൊന്നപ്പോ ആ സന്തോഷത്തിന് വേണ്ടി മൂസാ അലൈഹിസ്സലാം ഉടനെ തന്നെ അജിൽതു ഇലൈക റബ്ബി ലിതർളാ. തൂർ സീനാ പർവ്വതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നീലഗിരിയിലെ ചെറിയ കുന്നുകൾ പോലെയല്ല. ഇപ്പോഴും 750 പടവുകൾ കയറണം ഇപ്പോഴും തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലെത്താൻ. സീനാ മരുഭൂമിയിലെ തൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇപ്പോഴും നിങ്ങൾ കയറുകയാണെങ്കിൽ 750 പടവുകൾ കയറിയിട്ട് വേണം മുകളിലെത്താൻ. കഷ്ടപ്പെട്ട് കയറണം. അത്രയും ഉയരങ്ങളിൽ മൂസാ അലൈഹിസ്സലാം ഓടിക്കയറിയത് അജിൽതു ഇലൈക റബ്ബി ലിതർവാ. പടച്ചവനെ, നീ എനിക്ക് വലിയ നിഅമത്ത് ചെയ്തപ്പോ നീ എന്നെ തൊട്ട് പൊരുത്തപ്പെടാനാ ഞാൻ ഓടി വന്നത്. നമുക്ക് മാതൃക എന്താ? നമ്മുടെയൊക്കെ മാതൃക, നമുക്ക് നല്ലൊരു വിജയം ഉണ്ടായി, എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലോ വേറെ എന്തെങ്കിലും ഒരു നല്ല സൗഭാഗ്യം കിട്ടി, കുറച്ച് കാശൊക്കെ കിട്ടി, എന്താ വേഗം പറയല്? മക്കളെ, എനിക്ക് വാപ്പാക്ക് നല്ലൊരു സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, കുറെ കാശ് കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് ടൂറ് പോവാം. നമുക്ക് തോന്നിയിട്ടുണ്ടോ ഒരു സൗഭാഗ്യം ഉണ്ടാവുമ്പോൾ എനിക്കൊരു ഉംറ ചെയ്യാം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോവാം? മൂസാ നബി ചെയ്തതാ. തൂർ സീനാ പർവ്വതത്തെ സംസാരിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം. അവിടെ പോയി നോക്കിയ ഇനിയും റബ്ബിന്റെ സംസാരം കിട്ടിയാലോ തൗറാത്ത് കിട്ടിയാലോ ആ മോഹവും ശുക്ർ ചെയ്യണം. ആ ശുക്ർ റബ്ബ് പൊരുത്തപ്പെട്ടയിടത്തേക്കുള്ള യാത്രയുമാവാം. പക്ഷെ അള്ളാഹ് പൊരുത്തപ്പെട്ടയിടത്ത് കാണാം. നമുക്കൊക്കെ ഒരു നിഅമത്തുണ്ടായ വേഗം തോന്നൽ എന്താ? അത് ഇവിടെ ആഘോഷിക്കാനാ. റബ്ബിന് പൊരുത്തപ്പെട്ട നിലക്ക് ആഘോഷിക്കണം. ഒരു നിഅമത്തുണ്ടായാൽ അള്ളാഹ് എനിക്കൊരു നിഅമത്ത് ചെയ്തല്ലോ, ഞാനൊരു ഉംറക്ക് പോവട്ടെ, ഒരു ഹജ്ജിന് പോവട്ടെ, ഒരു സിയാറത്തിന് പോവട്ടെ, അങ്ങനെ ചിന്തിക്കണം. അതൊക്കെയാണ് പ്രവാചകന്മാരുടെ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതത്തിൽ നിഅമത്തിന് ശുക്ർ ചെയ്ത അടിമയാണ്. അഫലാ അകൂന അബ്ദൻ ശക്കൂറ. ആയിഷ ബീവിയോട് പറഞ്ഞു, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടേ. പക്ഷെ ആ പ്രവാചകൻ അറിയാം, തന്റെ ഭാര്യ എന്ന നിലയ്ക്ക് തന്റെ സാമീപ്യം കൊതിക്കുന്ന തന്റെ പ്രിയപ്പെട്ട അരുമയായ ഭാര്യയോടും തനിക്ക് കടപ്പാടുണ്ട്. ഇന്നലി സൗജിക അലൈക ഹഖ്ഖാ. നിന്റെ ഭാര്യയോട് നിനക്ക് കടപ്പാടുണ്ട് എന്ന് പഠിപ്പിച്ച ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരാൾ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇനി രാത്രി മുഴുവൻ നിസ്കരിക്കും, ഉറങ്ങനല്ല എന്ന് പറഞ്ഞപ്പോ പകല് മുഴുവൻ നോമ്പ് നോൽക്കും, ഒരു ദിവസം ഒഴിവാകാതെ. ഹറാമായ ദിവസം മാത്രമേ നോമ്പ് ഒഴിവാക്കുള്ളൂ, ബാക്കി എല്ലാ ദിവസവും നോമ്പ് നോൽക്കും, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും, വിവാഹമൊട്ട് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞത്, അത്രയൊന്നും വേണ്ട, മൻ റഗിബാൻ സുന്നത്തി ഫലൈസ മിന്നി. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളുണ്ട്, ഞാൻ രാത്രി ഉറങ്ങുന്നുണ്ട്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്താൽ മതി, വേണ്ട എന്ന്. മറ്റൊരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലി സൗജിക അലൈക ഹഖ്ഖാ. നിന്റെ ഭാര്യയോട് നിനക്ക് ചില കടപ്പാടൊക്കെയുണ്ട്, രാത്രി മുഴുവൻ ഭാര്യയോടുള്ള കടപ്പാടുകൾ, അവരുടെ അവകാശങ്ങൾ നിറവേറ്റണം. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ആയിഷ ബീവിയെ തട്ടിയുണർത്തി പറയുകയാണ്, ദരീനി അതഅബ്ദു റബ്ബി. ആയിഷ, നീ എനിക്ക് സമ്മതം തരുമോ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ? അവിടെയും ഇല്ലേ ഒരു മാതൃക? തന്റെ പ്രിയതമയുടെ അവകാശങ്ങൾ ഹനിക്കുമെന്ന് തോന്നുമ്പോ അവരോടൊപ്പം കിടക്കേണ്ട രാത്രികളിൽ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ ആ കുടുംബ ജീവിതത്തിൽ പോലും സമ്മതം ചോദിച്ചുകൊണ്ട്, ദരീനി അതഅബ്ദു റബ്ബി. ആയിഷ, ഞാൻ എന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ നീ എനിക്ക് സമ്മതം തരണം എന്ന് പറയുമ്പോ ആയിഷ ബീവിയുടെ മനോഹരമായ മറുപടി, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ സാമീപ്യം എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്, പക്ഷെ അങ്ങയുടെ ഇഷ്ടം എനിക്ക് അതിലേറെ ഇഷ്ടമാണ്. എന്താണ് ആ കുടുംബ ജീവിതത്തിന്റെ മഹത്വം? ഞാനൊന്ന് നിസ്കരിക്കട്ടെ ആയിഷ എന്ന് ചോദിക്കുമ്പോ, തങ്ങൾ എന്റെ അടുത്ത് കിടക്കുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, പക്ഷെ അതിലേറെ തങ്ങളുടെ ഇഷ്ടം എനിക്ക് അതിലേറെ ഇഷ്ടമാണ്. തങ്ങൾക്ക് നിസ്കരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതെനിക്ക് അതിലേറെ ഇഷ്ടമാണ്, തങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ തടയുന്നില്ല എന്ന് പറയുന്ന ആ ദാമ്പത്യത്തിന്റെ മനോഹാരിതകളിൽ നിന്ന് പാതിരാവുകളിൽ സമ്മതം വാങ്ങി തഹജ്ജുദ് നമസ്കരിച്ച് പാതിരാവുകളിൽ അല്ലാഹുവോട് ഖേദിച്ച് മടങ്ങുന്ന പ്രവാചകൻ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ദിക്ർ ചെല്ലും. ഞാൻ ഉസ്വത്തുൻ ഹസന ഒരു ദിവസത്തേത് പോലും പറയാൻ ഇവിടെ സമയമില്ല. ആ ജീവിതം മുഴുവനും മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ദിക്ർ ചൊല്ലി എഴുന്നേൽക്കും. കയ്യും കാലും ഒക്കെ തിരുമ്മിങ്ങിട്ട് എഴുന്നേൽക്കല്ല, കിടന്നത് ദിക്ർ ചൊല്ലിയ, എഴുന്നേൽക്കുന്നതും ദിക്ർ ചൊല്ലിയാണ്. ദിക്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലഭിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എല്ലാം ഇവിടെ പറയാൻ സമയമില്ല. ദിക്റുകൾ ചൊല്ലി എഴുന്നേൽക്കണം. എന്നിട്ട് വുളൂ ചെയ്ത് ആദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എപ്പോൾ എഴുന്നേറ്റാലും കഴുകുമായിരുന്നു. എന്നിട്ട് കഴുകിയിട്ട് വുളൂ ചെയ്യും. വുളൂ ഒക്കെ ചെയ്യുമ്പോൾ കാന യുവല്ലിഉഹു മുദ്ദുന്നാണ്, ഒരു മുദ്ദ് വെള്ളം മതിയായിരുന്നു വിശ്വാസങ്ങൾക്ക് വുളൂ ചെയ്യാൻ. ഇന്ന് ജലക്ഷാമമൊക്കെയുള്ള കാലത്ത് നമ്മളത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരു മുദ്ദ് വെള്ളം എന്ന് പറഞ്ഞാൽ 2 കയ്യിൽ കൊള്ളുന്ന വെള്ളം കൊണ്ട് വിശ്വാസങ്ങൾ മുഴുവൻ ഒതുകൊടുക്കുമായിരുന്നു. ഇഷ്ടംപോലെ വെള്ളം കളയുന്നത് വിശ്വാസങ്ങളുടെ സുന്നത്തിനെതിരാ. നമ്മൾ ആ പ്രവാചക ചര്യ സ്വീകരിക്കണം. ജലം അമൂല്യമാണെന്ന് തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ വളരെ പ്രധാനമാണ് വെള്ളം അനാവശ്യമായി ചെലവഴിക്കാതിരിക്കുക എന്നത്. വിശ്വാസങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, വഇൻ കാന അലാ നഹരി ജാരിൻ,
ഒഴുകുന്ന പുഴയിലാണെങ്കിലും നിങ്ങൾ അമിതമായി ചെലവഴിക്കരുത്. ഒഴുകുന്ന പുഴ നമ്മൾ ചെലവഴിച്ചില്ലെങ്കിൽ അത് ഒഴുകി പോവുക എന്ന് വെച്ച് നമുക്ക് അമിതമായി ചെലവഴിക്കാൻ അനുവാദമില്ല. ഒഴുകുന്ന പുഴയിലാണെങ്കിലും 3 വട്ടം പറഞ്ഞത് 3 വട്ടം കഴുകാവൂ, 4 വട്ടം കഴുകാൻ പാടില്ല. അതിന് വിശ്വാസം കണ്ട സുന്നത്തിനെതിരാ. ഇതുപോലെ ലോകത്ത് മിതവ്യത്തെ പഠിപ്പിച്ച കൃത്യമായി മാത്രം ചെലവഴിക്കണം, അമിതമായി ചെലവഴിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മാതൃക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അമിതമായി ചെലവഴിക്കുന്നതൊക്കെ ശൈത്താന്റെ സഹോദരങ്ങളാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റിന് വിശ്വാസങ്ങൾ, പിന്നെ പള്ളിയിൽ ചെന്ന് നമസ്കരിക്കുന്നു, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്, യാത്രയിലും അല്ലാത്തപ്പോഴും ഒരിക്കലും വിശ്വാസങ്ങൾ ഒഴിവാക്കാത്ത സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് ഒരാൾ നമസ്കരിച്ചാൽ ദുനിയാവ് മുഴുവനും അയാൾക്ക് കിട്ടിയ മാതിരിയാണ്. നേരം വെളുക്കുമ്പോൾ തന്നെ 1 കോടി കിട്ടിയാൽ നമുക്ക് എന്ത് സന്തോഷമാണ്. നേരം വെളുക്കുമ്പോൾ ഈ ദുനിയാവ് മുഴുവൻ ഒരാൾക്ക് കിട്ടാനുള്ള അവസരമാണ്. ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവ് അതിലുള്ള സകല വസ്തുക്കളോടുകൂടി ഒരാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈർ 2 റക്അത്ത് സുബ്ഹിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കല. സുബ്ഹിന്റെ സുന്നത്ത് മുമ്പ് പതിവാക്കിയ ആ സുന്നത്ത് ഒരു ദിവസം മുമ്പ് സമയം കിട്ടില്ലെങ്കിൽ ശേഷം നിസ്കരിക്കാൻ മാത്രം. അല്ല പതിവായി സുബ്ഹിന്റെ ശേഷം നിസ്കരിക്കാൻ പറ്റില്ല. സുബ്ഹിന്റെ സുന്നത്ത് മുമ്പ് നിസ്കരിക്കണം, സുബ്ഹിന്റെ മുമ്പ് നിസ്കരിക്കണം. അത് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. വിശ്വാസങ്ങളുടെ സുന്നത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ജീവിതത്തിൽ നമുക്കത് ഉണ്ടാവണം. അങ്ങനെ സുബ്ഹി നമസ്കരിക്കുന്ന ആണുങ്ങൾ ജമാഅത്തായി പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അള്ളാഹു നമ്മുടെ സംരക്ഷണമായിട്ട് ഏറ്റെടുക്കുകയാണ്. രാവിലെ തന്നെ സംരക്ഷണം അള്ളാഹിനെ ഏൽപ്പിച്ചാൽ പിന്നെ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? ഒരു മനുഷ്യൻ സുബ്ഹി ജമാഅത്തായി നമസ്കരിച്ചാൽ അവന്റെ ആ ദിവസം അള്ളാഹ് അവന്റെ സംരക്ഷണം ഏറ്റെടുത്തു എന്നാണ്. പിന്നെ ഒരുപാട് ദിക്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം സുബ്ഹാണ്. സുബ്ഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞു, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ. തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്നതും ബിഹംദി റബ്ബി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് ഖബ്ല തുലൂഇ ശംസി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും വഖബ്ല ുന്നതിന് മുമ്പ് നബിയെ തങ്ങൾ ചെയ്തിരിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞതാ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയുടെ അവസാനത്തെ ഹദീസ് നമുക്ക് കാണാം. അവിടുന്ന് പഠിപ്പിച്ചു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. ബുഖാരിയിലെ ഏറ്റവും അവസാനത്തെ ഹദീസ് അതാണ്. അതോടുകൂടിയാണ് ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹ് അവസാനിപ്പിക്കുന്നത്. കലിമത്താനി 2 വാക്ക്, ഖഫീഫത്താനി അലൽ ലിസാൻ നാവിന് പറയാൻ വളരെ എളുപ്പം, എന്നാ സഖീലത്താനി ഫിൽ മീസാൻ നമ്മുടെ അമൽ തൂക്കുന്ന മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നതാ, വളരെ കനമുള്ളതാ. നാവിന് പറയാൻ വളരെ എളുപ്പം, മീസാനിലത് വലിയ കനവുമാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള 2 കലിമത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ 2 കലിമത്താ. അത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബ്ഹി നിസ്കരിച്ചിട്ട് 100 വട്ടം ഹദീസിൽ വന്നിട്ടുണ്ട്, 100 മറ 100 വട്ടം നമുക്കത് പതിവാക്കിക്കൂടെ? നമുക്ക് ജീവിതത്തിൽ ആർക്കെങ്കിലും അത് പതിവാക്കിയിട്ടില്ലെങ്കിൽ ഈ ഹദീസ് ഓർത്താ പോലെ 50,000 കൊല്ലം നിൽക്കേണ്ട മഹ്ശറിൽ അത് 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയമാക്കി ലഘൂകരിക്കപ്പെടാൻ നമ്മുടെ മീസാൻ കനം തൂങ്ങണം. മീസാൻ കനം തൂങ്ങാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടുന്ന് വലിയ ഇരുമ്പ് കെട്ടിക്കൊണ്ടുപോകാനൊന്നും കഴിയില്ല. അമല് കൊണ്ടുപോകണം. ആ അമറക്കുമുള്ള അമല എന്നാ എടുക്കാൻ ഒരു പ്രയാസമില്ല. എത്ര എളുപ്പ! സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. പക്ഷെ ഇത് പ്രത്യേകം ഉസ്വത്തായിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സുബ്ഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതുപോലെ അസ്റിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, മഗ്രിബിന് തൊട്ടു മുമ്പും 100 പ്രാവശ്യം വീതം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇത് പറഞ്ഞാൽ ഇമാം ബുഖാരി റിവായത്ത് ഇത് അത്രയാണ്. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മറ്റു ചില റിവായത്തുകളിലൊക്കെ വേറെ വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സമയമില്ലെങ്കിൽ ഇത് മാത്രം പറഞ്ഞാലും ഈ കൂലി കിട്ടും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇത് പള്ളിയിൽ മുതല്ലികളായിട്ട് ചെല്ലലെങ്ങനെ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരുപാട് നീട്ടിയിട്ട് അവസാനം 15 20 ഒക്കെ ആകുമ്പോഴത്തിന് ബാങ്കും കൊടുക്കും. പറഞ്ഞത് ഒരുപാട് നീട്ടാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 100 വട്ടം ചെല്ലാൻ ആവശ്യമായ സമയത്തിന് തന്നെ തുടങ്ങുക. എന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 വട്ടം ചെല്ലാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെല്ലുക. ഇല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് 100 വട്ടം ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ മീസാനിലത് കനം തൂങ്ങും. ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹ്ക്ക് നമ്മളോട് വലിയ ഇഷ്ടമുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് ഇതൊക്കെ. ദുഹാ നിസ്കാരം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔസാനി ഖലീലി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ ഏറ്റവും ഉറ്റ തോഴനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയ്യത്ത് ചെയ്തു, ദുഹാ നിസ്കരിക്കണം. ദുഹാ നിസ്കരിക്കുക. സുബ്ഹി കഴിഞ്ഞ് പിന്നെ സൂര്യൻ ഉദിച്ച് ഒരു കാമണിക്കൂർ കഴിഞ്ഞാൽ ദുഹാ. സൂര്യൻ ഉദിച്ച് കാമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ മാതൃകകളൊക്കെ ഒരുപാടുണ്ട്, പറയാൻ സമയമില്ല. ഒരാൾ സുബ്ഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ ആ നിസ്കരിച്ചെടുത്തിരുന്നാൽ 4 അടിമകളെ മോചിപ്പിച്ച കൂലി ഓരോ ദിവസവും കിട്ടും. 4 അടിമനെ മോചിപ്പിച്ച കൂലി ഓരോ ദിവസം വാങ്ങിയ സുബ്ഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ തന്നെ ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ, ആ സൂര്യൻ ഉദിച്ചതിന് ശേഷം കാമണിക്കൂറിൽ കഴിഞ്ഞാൽ ദുഹന്റെ സമയമായി. ദുഹൻ കൂടി നിസ്കരിച്ച് അവിടുന്ന് എഴുന്നേറ്റാൽ ഒരു പരിപൂർണ ഉംറയും ഹജ്ജും ചെയ്ത കൂലിയാണെന്ന്. ഡെയിലി ഹജ്ജ് ഉംറ ചെയ്യാൻ പറ്റിയ എന്താ ഇതിന്റെയൊക്കെ കൂലി? ചെയ്യാൻ പറ്റുന്നവർക്ക് എത്ര വലിയ കൂലി വാങ്ങാൻ അവസരം ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് സൂര്യൻ ഉദിച്ചു കാമണിക്കൂർ കഴിഞ്ഞാൽ ദുഹന്റെ സമയമായി. ആ സമയമായാൽ ദുഹാ നിസ്കരിക്കുക. പിന്നെ നബിസ്വലാസങ്ങൾ ഓരോ നിസ്കാരത്തിന്റെ റവാത്തിബ് നമ്മൾ പതിവാക്കുക. അത് ഉസ്വത്തുൻ ഹസന, ഏറ്റവും പ്രധാനമാണ്. നമുക്കൊക്കെ അറിയാം, ദുഹറിന് മുമ്പ് 2 റക്അത്ത്, 4 റക്അത്തായാലും ഏറ്റവും നന്നായി. ദുഹറിന് ശേഷം 2 റക്അത്ത്, 4 ആയാലും ഏറ്റവും നന്നായി. അസറിന് മുമ്പ് മുഅക്കദായ റവാത്തിബില്ല, പക്ഷേ അസറിന് മുമ്പ് 4 റക്അത്ത് ഉണ്ട്. അതിനെപ്പറ്റി നബിസ്വലാസങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? റഹിമല്ലാഹു ഇംറഅൻ സ്വല്ലാ ഖബ്ലൽ അസ്രി 40. മുഅക്കദാ സുന്നത്ത് അല്ലെങ്കിലും ആ വാക്ക് വളരെ പ്രധാന. റഹിമല്ലാഹു ഇംറഅ, അല്ലാഹു തആല ഒരു മനുഷ്യന് കരുണ ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥന രണ്ടായാലും ഒരുപോലെ വിശ്വാസങ്ങളാ പറഞ്ഞത്. അല്ലാഹ് റഹ്മത്ത് ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ പ്രത്യേകം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അസ്രി 40. അസ്ർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് ഉണ്ടാവും. അതുകൊണ്ട് മുഅക്കദിൽ എണ്ണിയാലും ഇല്ലെങ്കിലും ഒക്കെ അസറിന് മുമ്പ് 4 റക്അത്ത് പതിവാക്കാൻ കഴിഞ്ഞാൽ വലിയ കിട്ടല. മഗ്‌രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ശേഷം മാത്രമല്ല, മദീന പള്ളിയിൽ സ്വഹാബത്ത് പറയാണ്, പള്ളിക്ക് വന്നു നോക്കിയാൽ ജമാഅത്ത് നടക്കാന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. എല്ലാവരും നിസ്കരിക്കുമ്പോൾ ജമാഅത്താൻ തോന്നും, പിന്നെ മനസ്സിലായത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മഗ്‌രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ മഗ്‌രിബ് ജമാഅത്തായിട്ട് നിസ്കരിക്കും. പിന്നെ മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് വളരെ പ്രധാന. ഇശായുടെ മുമ്പ് ശേഷം 2 റക്അത്ത് സുന്നത്ത്. അതിലൊക്കെ ഏറ്റവും പ്രധാനമായ മറ്റൊരു നിസ്കാരമാണ് വിത്ർ, ചുരുങ്ങിയത് 3 റക്അത്ത്. 1 റക്അത്ത് ഏറ്റവും ചുരുങ്ങിയത്, അത് പതിവാക്കൽ നല്ലതല്ല. പതിവാക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്ത്. ഒരു ദിവസം സമയമില്ലെങ്കിൽ 500 റക്അത്ത് നിസ്കരിക്കാൻ മാത്രം. 3 റക്അത്തെങ്കിലും ചുരുങ്ങിയത് പതിവാക്കണം. 11 റക്അത്ത് വരെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അങ്ങനെ മുഅക്കദായ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്ത. സുന്നത്ത് കൊണ്ടേ രക്ഷപ്പെടുള്ളൂ. വമാ തഖറബ ഇലയ്യ അബ്ദുൻ ബിന്നവാഫിലി ഹത്താ അക്വ. അല്ലാഹ്, നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഏറ്റവും ബറക്കത്ത് ചെയ്യുന്ന നമ്മുടെ കൈകളിൽ, കാലുകളിൽ, കണ്ണുകളിൽ, ജീവിതത്തിന്റെ നമ്മുടെ എല്ലാ അവയവങ്ങളിലും റബ്ബിന്റെ മദദ് ഉണ്ടാവുന്നത് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ദിക്റുകൾ ഉണ്ടാവണം. അതാണ് പറഞ്ഞത് ലിമല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കതീറാ. അള്ളാഹുവിനെ ഒരുപാട് ദിക്ർ ചൊല്ലുന്ന ആളുകൾക്കാണ് വിശ്വാസങ്ങളുടെ മാതൃകയുള്ളത്. ദിക്ർ ഖുർആൻ പറഞ്ഞെടുത്തും ഹദീസിൽ പറഞ്ഞെടുത്തും ഒക്കെ ഒരു വാക്ക് കൂട്ടിയിട്ടുണ്ട്, അത് കതീറന്ന. കുറച്ച് ചൊല്ലിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് മുനാഫിഖീങ്ങളും ചൊല്ലുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാന. ദിക്ർ ധാരാളം ചൊല്ലുമ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാവാൻ കഴിയുക. മുനാഫിഖീങ്ങളും കുറച്ചൊക്കെ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിയിട്ടുണ്ട് ആളെ കാണിക്കാൻ. പക്ഷെ അതുപോരാ, ദിക്ർ ധാരാളം വേണം. നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ അമലിനേക്കാളും പ്രധാനമായ വിശ്വാസങ്ങൾ എടുത്തു പറഞ്ഞത് അള്ളാന്റെ ദിക്ർ. എനിക്ക് അധികം അമലൊന്നും ചെയ്യാൻ കഴിയില്ല നബിയെ, എനിക്ക് സ്വർഗത്തിൽ പോകും വേണമെന്നൊരു മനുഷ്യൻ പറഞ്ഞപ്പോ അയാളോട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ. അള്ളാന്റെ ദിക്ർ കൊണ്ട് ഉണങ്ങാത്ത ഒരു നാവ് നിനക്കുണ്ടാവണം. നാവുമ്മിൽ ദിക്റിന്റെ നനവുണങ്ങരുത്. എപ്പോഴും നാവുമ്മിൽ ദിക്ർ വേണം ധാരാളമായി. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലോ, സൂറത്തുൽ അഹ്സാബിന്റെ അവസാനത്തിൽ നിസ്കരിക്കുന്നവര്, നോമ്പ് നോക്കുന്നവര്, ഖാനിത്യങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവൻ എല്ലാത്തിലും പറഞ്ഞു. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പ് നോക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു വദ്ദാകിരിന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. മറ്റൊടത്തൊന്നും നോമ്പ് നോൽക്കുന്നവർ അധികം എന്ന് പറഞ്ഞില്ല, നിസ്കരിക്കുന്നവർ പിന്നെ ഖാനിത്യങ്ങൾ അധികം എന്ന് പറഞ്ഞില്ല. അധികം എന്ന് പറഞ്ഞത് ദിക്റില്ല. ധാരാളമായി ദിക്ർ ചെല്ലുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. അവർക്ക് അല്ലാഹു തആല ഒരുപാട് മഗ്ഫിറത്തും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദിക്ർ നമ്മുടെ മനസ്സിലും ജീവിതത്തിലും ധാരാളം ഉണ്ടാവണം. നടത്തത്തിലും ഇരുത്തത്തിലും
ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. എല്ലാ സമയത്തും ദിക്ർ നാവിലുണ്ടാവുക, അതൊരു തൗഫീഖ. അങ്ങനെ ദിക്ർ ഉണ്ടായാൽ അള്ളാഹുവിന്റെ റസൂലിൽ ഏറ്റവും വലിയ മാതൃകയുള്ളവർ നമ്മളാവും. വദക്കറല്ലാഹ കതീറ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ ധാരാളമായി ദിക്ർ ചെല്ലാൻ. ഒരു പണിയില്ലല്ലോ, നടക്കുമ്പോ ഇങ്ങനെ സ്വലാത്ത് ചെല്ല, ദിക്ർ ചെല്ല, ഇതൊക്കെ ബാക്കിയുണ്ടാവുള്ളൂ. അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ ബോധത്തോടെ നിസ്കരിച്ച മനുഷ്യൻ റബ്ബിന്റെ മുമ്പിൽ ദുനിയാവിൽ നിൽക്കുമ്പോൾ അവന് റബ്ബിന്റെ മുമ്പിലായതുകൊണ്ട് തന്നെ സമയം പോണ അറിയില്ല. ചില മഹാന്മാരങ്ങനല്ലേ, നിസ്കരിക്കാനായിട്ട് നിന്ന എത്ര നേരായാലും അതിൽ നിന്നിട്ട് കഴിച്ചിലായി കിട്ടൂല. നമ്മളൊരു കാര്യം പറയാൻ ചെന്നാൽ ഒരു സലാം വീട്ടിൽ കിട്ടൂല, ഒരു സുജൂദൊന്നും എഴുന്നേൽക്കൂല. കാരണം അവർക്കതൊരു ഹരമാണ്. മഹാനായ അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി, ഖുർആൻ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു പറ്റി പറഞ്ഞതാ. അതുപോലുള്ള മഹാന്മാരെ പറ്റിയൊക്കെ രാവിന്റെ വിവിധ സമയങ്ങളിൽ റബ്ബിന്റെ മുമ്പിൽ ശാന്തരായി നിന്ന ആ ഉസ്മാൻ റളിയല്ലാഹു ഒരു റക്അത്തിൽ ഖുർആൻ ഖത്തം ചെയ്തു എന്നാ. വമൻ ഖതമൽ ഖുർആന ഫി റക്അ, ഒരു റക്അത്തിൽ ഓതിട്ട് മടുപ്പ് വരുന്നില്ല. അങ്ങനെ ദുനിയാവിൽ നിന്നവരായതുകൊണ്ട് മഹ്ശറിന്റെ ദിവസം റബ്ബ് അവർക്ക് 50,000 കൊല്ലം എന്നത് കേവലം അവർ ദുനിയാവിൽ നിസ്കരിച്ച 2 റക്അത്തിന്റെ സമയമായിട്ട് ചുരുക്കി കൊടുക്കും. അങ്ങനെയുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ പകർത്തുക. അവിടുന്ന് തലമറക്കം അത് കാണപ്പെട്ടിട്ടില്ല എന്നാ. ഒന്നെടുക്കുമ്പോൾ തലയെക്കെട്ട് പൊന്തിച്ചിട്ട് തടവിയിരുന്ന നബി തങ്ങളുടെ സുന്നത്തല്ല പറയുന്ന ഒരു കാലത്തുണ്ട്. റസൂലുള്ളാഹി ഉദു തലയെക്കെട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് തടവിട്ട് തലയെക്കെട്ട് അവിടെ തന്നെ വെക്കും. തല തുറന്നിടുക എന്ന വിശ്വാസങ്ങളുടെ സംസ്കാരമായിരുന്നില്ല. താടി അവിടുന്ന് നീട്ടി വളർത്തിയിരുന്നു, മീശ വെട്ടിയൊതുക്കിയിരുന്നു. ജീവിതത്തിലൊക്കെ വിശ്വാസങ്ങളുടെ സുന്നത്തുണ്ട്. കഴിയുന്നത്ര സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അതുപോലെ തന്നെ അവിടുത്തെ തുണി ഒരിക്കലും നെരിയാണിക്ക് താഴെ പോയിരുന്നില്ല. നെരിയാണിക്ക് താഴെ പോയ തുണി നരകത്തിലാണെന്ന് അവിടുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള 100 സുന്നത്തുകൾ അതേറൊക്കെ പ്രധാനമായിരുന്നു അവിടുത്തെ സ്വഭാവത്തിലുള്ള സുന്നത്ത്. ഒരു മനുഷ്യനെയും വെറുക്കാതെ, ഒരു ശണ്ട പോലും കൂടാതെ, മറ്റൊരു മനുഷ്യന്റെ തകർച്ച ആഗ്രഹിക്കാതെ, എല്ലാവരും നല്ലവരാവണമെന്ന മാനസികമായ വിശുദ്ധി, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സുന്നത്ത്. അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യങ്ങൾ ചിന്തിക്കുക. ഒരു ഭരണകർത്താവായിരുന്നിട്ട്, ഒരു വലിയ ജനനായകനായിരുന്നിട്ട് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചാൽ എന്താണ് വിശ്വസ്ഥാനികളോട് പറയേണ്ടത്? ഞാൻ നിങ്ങളുടെയൊക്കെ ഭരണാധികാരിയാണ്, ഇവിടെ നടക്കുന്ന പ്രശ്നമൊക്കെ എനിക്ക് അറിയണം, അതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ രഹസ്യ CID-മാരാക്കി വെക്കൂലേ, എന്തൊക്കെ ഇവിടെ നടക്കണം നിങ്ങൾ പറഞ്ഞു തരണമെന്ന്. അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് മൊത്തം പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ഒരാളും എന്നോട് മറ്റൊരാളുടെ കുറ്റം പറയരുത് എന്നാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പം എന്റെ മനസ്സിൽ ഒരാളോടും ഒരു പ്രയാസമില്ലാതെ നിങ്ങൾ അഭിമുഖീകരിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരാളുടെ കുറ്റം ഒന്ന് പറഞ്ഞു തരരുത്. ആ ഒരു മനസ്സ്, എനിക്ക് മറ്റൊരാളുടെ കുറ്റം അറിയണ്ട, മറ്റൊരാൾക്ക് ദൂഷ്യം ഞാൻ അറിയണ്ട, ഞാൻ അയാളെ കാണുമ്പോൾ ആ ഒരു പ്രയാസത്തോടെ കാണണ്ട എന്ന് ചിന്തിക്കുന്ന ആ ഒരു മനസ്സിന്റെ വിശാലതയുണ്ടല്ലോ. അല്ലാഹു തആല പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയെ, തങ്ങൾ അങ്ങേയറ്റം മനസ്സ് അലിവുള്ളവരായത് അള്ളാന്റെ റഹ്മത്ത് കൊണ്ടാ. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ്, തങ്ങളുടെ ഹൃദയം കഠിനമായിരുന്നുവെങ്കിൽ, പരുഷ സ്വഭാവമുള്ളവരായിരുന്നു തങ്ങളെങ്കിൽ, ഹാഷാവക്കല്ല, ഒരിക്കലും അങ്ങനെ ആവൂല. അങ്ങനെ ആയിരുന്നെങ്കിൽ ലംഫദ്ദു മിൻ ഹൗലിക, ആൾക്കാർ ചുറ്റുണ്ടാവുമായിരുന്നില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ചുറ്റും നിന്നത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ്. ലോകം മുഴുവൻ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന യുദ്ധക്കളങ്ങളിൽ പോലും എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും തൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ ചില ആളുകൾ ചുറ്റുവട്ടത്ത് നിന്ന് ഒഴിവാകാതെ നിന്ന് നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഈ മാറ് തുളക്കാതെ ഒരമ്പും തങ്ങളുടെ മാറത്തെത്തില്ല എന്ന് പറഞ്ഞ് തന്റെ പിന്നിലേക്ക് നബി തങ്ങളെ മാറ്റി നിർത്തിയ മഹാനായ തൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ആ നബി തങ്ങളെ ജീവിതത്തിൽ അണഞ്ഞുകൂട്ടിപ്പിടിച്ചത് ആ സ്നേഹം കൊണ്ടാ. ഒരിക്കലും കൈവിടാത്ത ആ സ്നേഹം, അതൊക്കെ ഉണ്ടായത് മനുഷ്യ മനസ്സിനോടുള്ള ആ സ്നേഹം കൊണ്ടാ.